ഹലോ ഹലോ, ലിയാഖത്താണോ? അതെ, This call is now being recorded. ഞാന് തിരക്കിലാണോ നിങ്ങള്? പറഞ്ഞോളി. ഞാന് പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറയുന്ന റഷീദാണ് എൻ്റെ പേര്. ഉം, ഞാൻ നിങ്ങളെ വീഡിയോ കാണാറുണ്ട്, നിങ്ങളെ എതിർക്കുന്ന ആളുകളെ വീഡിയോ കാണാറുണ്ട്. ഉം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സംശയങ്ങളോട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആയിക്കോട്ടെ. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു, ഉം, ഖുർആനില് കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം കാഫിര്യങ്ങളെ എന്ന്, കണ്ട സ്ഥലത്ത് വെച്ചിട്ട് വെട്ടിക്കൊല്ലണം കാഫിര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഉം, അത് യുദ്ധ സമയത്താണെന്ന് മുസ്ലിങ്ങൾ പറയുന്നു, ഉം, പക്ഷെ അങ്ങനെയല്ല എന്ന് പറയുന്നു. ഉം, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുർആനിലൊരു ആയത്ത് കണ്ടാൽ ഇപ്പോൾ പരിഭാഷ വായിച്ചാലും, ഞാൻ മനസ്സിലാക്കിയത് 7ാം ക്ലാസ് വരെ മനസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉം, അപ്പോൾ ഞാൻ പരിഭാഷയും വായിക്കാറുണ്ട്. ഉം, പരിഭാഷ വായിച്ചാൽ പരിഭാഷയിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെയാണ് സ്വീകരിക്കൂല. മുസ്ലിങ്ങൾ അങ്ങനെയല്ല സ്വീകരിക്കും. മുസ്ലിങ്ങൾ അതിന്റെ തഫ്സീർ നോക്കും, പണ്ഡിതന്മാരെ അന്വേഷിച്ചിട്ടാണ് സ്വീകരിക്കാറ്. അപ്പൊ ഒരു തഫ്സീറിലും ഒരു കാഫിറിനെ കണ്ടോടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന അർത്ഥത്തില്, പുറത്ത് വെച്ച് അവിടെ കണ്ടാലും വെട്ടിക്കൊല്ലണം എന്ന അർത്ഥത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരു മുസ്ലിം കേരളത്തിൽ അതായത് യുദ്ധ സമയത്ത് പിന്നെ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത്, പിന്നെ നമ്മളിപ്പോ പാകിസ്ഥാൻ സമയത്ത് കാഫിറിനെ കൊല്ലണമെന്നുണ്ടോ? യുദ്ധത്തിൽ ഇപ്പൊ ആരും വന്നാലും വെട്ടിക്കൊല്ലണം. അത് അങ്ങനെയല്ല, ആരും വന്നാലും അത് ആ സമയത്ത്, അതായത് ഒരു പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു യുദ്ധ സന്ദർഭത്തില് യുദ്ധത്തിൽ എതിരാളിയായിട്ട് വരുന്ന ഓപ്പോസിറ്റ് സൈന്യത്തിന്റെ ജാതി മതം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ വെട്ടണേ. ആ കാലത്താണേലും ഇപ്പൊ യുദ്ധത്തിലെ എതിരാളികളെ ഓപ്പോസിറ്റ് വരുന്ന ശത്രു സൈന്യത്തെ കൊല്ലണം, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യണം എന്ന് അതിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അതന്നെ, അത് യുദ്ധ സമയത്ത് ഉണ്ടായ ഒരു സമയത്തുണ്ടായ ഒരു ഭാഗത്ത്, പിന്നെ വേറെ ഭാഗത്ത് എവിടെ യുദ്ധഭാഗത്തില്ല. അത് ഏത് ഭാഗത്താണ് നിങ്ങൾ യുദ്ധം കണ്ടത്? നിങ്ങൾ പരിഭാഷ വായിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഇത് ഉദ്ധരിച്ചത് നിങ്ങളിപ്പോ മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ പിന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ? അതെ. ഇസ്ലാം മതത്തിൽ ഞാൻ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെടുത്തി. ഈ തെറ്റിദ്ധാരണ മൊത്തത്തിൽ ഇസ്ലാം ഈ തെറ്റിദ്ധാരണ നിങ്ങളെ ഞാൻ ഇപ്പൊ രക്ഷപ്പെടുത്തി തരാം. നിങ്ങൾ പറഞ്ഞോളി. സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കണമെങ്കിൽ പറഞ്ഞോളി. ഏത് യുദ്ധ സന്ദർഭത്തിലാണ് ഏതായത്ത് ഇറങ്ങിയത്? ഇത് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, അതല്ല അങ്ങനെയല്ല എന്ന് വെച്ചോളി, അങ്ങനെയല്ല തന്നെ വെക്കുക. അങ്ങനെയല്ല തന്നെ ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും മുസ്ലിം ഇത് അങ്ങനെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പറയുന്ന രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. മുസ്ലിങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ലല്ലോ നമ്മള് ചർച്ച. ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ പലിശ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഞാൻ പലിശ കൊടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? അത് അന്ന് അറിവില്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാറില്ല? ഇല്ല, ചെയ്യാറില്ല. അപ്പൊ ഈ പലിശ കൊടുക്കുന്ന ആളുകള് ഒക്കെ ഇസ്ലാമിൽ പലിശ ഹലാലായതുകൊണ്ടാണ് ചെയ്യണമെന്ന് അതിനർത്ഥം വരുമല്ലോ? ഇല്ല, ശരി. ഞാൻ ചോദിക്കണതല്ല, നമ്മൾ അങ്ങനല്ല ഈ ആളുകളെ ഇതിന്ന് രക്ഷപ്പെടുത്താൻ മുസ്ലിം സമുദായം ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് ഉണ്ടെങ്കിൽ തന്നെ മുസ്ലിം സമുദായം തഫ്സീർ നോക്കിയിട്ടും പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ അത് മനസ്സിലാക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏത് തഫ്സീറിനാണ് ഇതിൽ ഏതാണ് യുദ്ധ സന്ദർഭം? നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി. ഇപ്പൊ തഫ്സീർ മനസ്സിലാക്കുന്ന ആളുകൾ തഫ്സീർ എഴുതിയ മൂല്യന്മാർ പറഞ്ഞിട്ടുണ്ടാവല്ലോ ഇന്ന ഞാൻ ഈ വിഷയം പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് അല്ലാത്ത പിന്നെ കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക, കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്ന ഒരു സംഗതി ഇസ്ലാമിൽ സൂറത്ത് തൗബയിലെ 5-ാം വചനമാണെങ്കിൽ അവിടെ യുദ്ധ സന്ദർഭം ഇല്ല. അവിടെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങൾ ആയത്തുനിന്ന് എപ്പുറം വായിക്കണ്ട? നിങ്ങൾക്ക് പറഞ്ഞോളി, ഞാൻ വായിച്ചുതരാം. നിങ്ങൾക്ക് ഏതായത്ത് വായിക്കണ്ടേ? ഒരുമിച്ച് വായിച്ചു പോവാം. വായിച്ച അർത്ഥം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആയത്തന്നെ ആയിക്കോട്ടെ. യുദ്ധ സന്ദർഭമല്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ കാഫിറുകളെ കണ്ടിടത്തൊക്കെ കൊല്ലട്ടോ അങ്ങനെ പറഞ്ഞു കാണോ? എങ്ങനെയാണത് പറഞ്ഞത്? ഒരു കാര്യം അത് ഒരു ആയത്ത് ഫുള്ള് അങ്ങനെ അതായത് നടുവിലത്തെ കഷ്ണമാണോ? എങ്ങനെ ഒരായത്ത് ഫുള്ള് അങ്ങനെയാണോ? ഒരായത്ത് കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണം നിർത്തുക. അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് അതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത്? പിന്നെ കൊല്ലണം, എങ്ങനെയൊക്കെ കൊല്ലണം, ആരെയൊക്കെ കൊല്ലണം, എപ്പോഴൊക്കെ കൊല്ലണം, ഓരോ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചില ഇളവുകളുണ്ട്. ആ ഇളവുകൾ ആർക്കൊക്കെ എത്ര കാലാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒന്ന് പറയും, അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങൾക്ക് അറിയില്ല? അല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് ഫസ്റ്റേ പറഞ്ഞു
മുസ്ലിം ഞാൻ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇതെന്നില്ല, എന്താ പറഞ്ഞ ഖുർആനിൽ ഏതായത്തും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ, പിന്നെ മറ്റേ വല്ലാദിയാത്ത് ലബം വൽ മൂരിയാത്ത് കദഹം വൽ മുഗീറാത്ത് സുബ് എന്ന് പറയണുണ്ടല്ലോ. ശരിക്കും സത്യത്തിൽ അതിന്റെ പരിഭാഷ ഫസ്റ്റ് എനിക്ക് വായിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാനത് പിന്നെ മറ്റേ തഫ്സീർ നോക്കി നോക്കുമ്പോൾ അത് വലിയ തഫ്സീറൊക്കെ നോക്കിയിട്ടാണ് ഇത് പറയണത്. ഏതെങ്കിലും തഫ്സീറിൽ അങ്ങനെ പിന്നെ കണ്ടെടുത്ത് വെച്ചിട്ട് വെട്ടി കൊല്ലണം എന്ന അർത്ഥത്തിൽ ഒരു തഫ്സീറിലും പിന്നെ എല്ലാ തഫ്സീറിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ മുസ്ലിങ്ങൾ അത് ആരും ആ തഫ്സീർ ഏറ്റെടുത്തിട്ടില്ല. അല്ല, ആ സംഭവം ഏറ്റെടുത്തിട്ടുണ്ട്. എവിടെ? അതുണ്ട്. എവിടെ ഒന്ന് പറയും. അതാ സൂറത്ത് മക്കയിലുള്ള മനുഷ്യന്മാരൊക്കെ എങ്ങനെ മുസ്ലിങ്ങളായത്? ഞാൻ ചോദിക്കണ ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളൊന്നും ഈ ഖുർആൻ അറിയത്തില്ല. അല്ല, ആ ആയത്ത് വെച്ചിട്ട് ഖുർആനിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളെ കൊല്ലണം എന്ന് കൽപ്പിക്കപ്പെട്ടവരാണെന്നുള്ള വർത്താനം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല. ആ ഖുർആനിൽ അങ്ങനെ മനസ്സിലാക്കാത്തത് ഇത് മക്കയിലുള്ള മനുഷ്യർക്ക് നേരെ നടത്തിയിട്ടുള്ള കൊലപാതക ആഹ്വാനാണ്. അപ്പൊ ഇപ്പൊ അത് ബാധകല്ല. അല്ല, ആ ആയത്ത് ബാധകല്ല. ആ ആയത്ത് ആ അർത്ഥത്തിൽ ബാധകല്ല. അത് ബാധകാവുന്ന ഘട്ടം വരും എപ്പോ? ബഹുദൈവാരാധകരായി കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാല്, ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ബഹുദൈവാരാധകരെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കേരളത്തിൽ ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാൽ ബഹുദൈവാരാധന വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? സോറി, ഇവിടെ ബംഗ്ലാദേശില് ഈ ആണ്. എന്താ സംശയം? എന്താ സംശയം? അങ്ങ് കാഫിറല്ല. അത് രണ്ടാണ്. കാഫിറും ബഹുദൈവാരാധനയും രണ്ടാണ്. മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതെ, മുശ്രിക്കുകളെ കുറിച്ചാണ് സൂറത്ത് തൗബയിലുള്ളത്. മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. അത് മക്കയിൽ ഉണ്ടായിരുന്ന മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവതരിപ്പിച്ച ആയത്താണ്. മക്കയിലുണ്ടായിരുന്നു പിന്നെ മുസ്ലിം. അപ്പൊ മുസ്ലിങ്ങൾ അത് അവിടെ അവസാനിച്ചു. പിന്നെ മുസ്ലിങ്ങൾ ഇപ്പൊ കേരളത്തിൽ അല്ല, അത് അവിടെ അവസാനിച്ചോ എന്നുള്ളത് പിന്നെ ഭരണാധികാരികളാണ് തീരുമാനിക്കുക. ഇനി എല്ലായിടത്തും കേരളത്തിൽ ആരും അതങ്ങനെ സ്വീകരിച്ചില്ലെന്ന് ഉറപ്പല്ലേ? കേരളത്തിലെ ഇസ്ലാമിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് അള്ളാന്റെ ദീനിനെ കുറിച്ചാണോ? അല്ല, ഞാൻ ചോദിക്കണ അങ്ങനെയല്ല. നിങ്ങളിപ്പോ കേരളത്തിലെ ആൾക്കാരെ രക്ഷപ്പെടുത്താനല്ലേ നിങ്ങൾ പറയും. ഈ സൂറത്ത് ഈ രണ്ടായത്തുകൾ, ഈ പരാമർശമുള്ള രണ്ടായത്തുകളും രണ്ട് യുദ്ധ സന്ദർഭത്തിലല്ല. അങ്ങനെയാണോ? നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളോട് ഏതൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ആ നുണയാണ്. ആ ഉസ്താദ് നിങ്ങൾ കൊടുന്നോളി, നമുക്ക് സംസാരിക്കാം. ഇവിടെ എല്ലാ ആൾക്കാരും ഇപ്പൊ അലിയാർ കാസിമി പണ്ട് RV ബാബുവിന്റെ ചോദ്യത്തിന് മുമ്പ് രക്ഷപ്പെട്ടത് ഈ രണ്ടായത്തുകള് അവതരിക്കുന്നത് 2 വർഷങ്ങളിലായിട്ടാണ്. മനസ്സിലായോ? 2 തുടർ വർഷങ്ങളല്ല, 2 വർഷങ്ങളല്ല, 2 വർഷത്തെ ഗ്യാപ്പിലാണ്. ഇതില് ഒരു സ്ഥലത്ത് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു യാത്ര പുറപ്പെടുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒരു സന്ദർഭത്തിൽ പറയുന്നത് അവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം അവിടെയുള്ള ജനവിഭാഗങ്ങളിൽ മുശ്രിക്കുകൾ, അതായത് ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിക്കാത്തവരെ, തയ്യാറാവാത്തവരെ മുഴുവനായിട്ട് കൊല്ലണം എന്ന് തന്നെയാണ്. മക്കം ഫത്തഹിന് ശേഷം 2ാമത്തെ വർഷത്തിൽ മുഹമ്മദ് മക്കയിലേക്ക് ഹജ്ജിന് വരുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രഖ്യാപനമാണ്. അവിടുത്തെ മുശ്രിക്കുകൾ ഇസ്ലാമിനെ ഈ ആയത്ത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ട് മക്കം ഫത്തഹിന്റെ അന്ന് അവിടെ അബൂജാഹിലും പിന്നെ അബൂജാഹിലിന്റെ അവിടെ വന്ന് എല്ലാവർക്കും, അപ്പൊ അവിടെ നടപ്പാക്കാതെ എല്ലാവർക്കും മാപ്പ് കൊടുത്തു വിട്ടു. മക്കം ഫത്തഹിലല്ല ഇത് അവതരിച്ചത്. മക്കം ഫത്തഹിൽ ഒരു മിനിറ്റ് സംശയം തീർത്തു പോവാ. നിങ്ങൾ പറഞ്ഞത് മക്കത്തെ മുശ്രിക്കുകളെ കൊന്നൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ ആയത്താണ്. അപ്പൊ ഈ ആയത്ത് മക്കത്ത് ബഹുദൈവാരാധകർ ബാക്കി ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്തഹിൽ നിന്ന് കഅബ മറ്റേ ഫത്തഹാക്കിയത്, അതായത് പിന്നെ പിടിച്ചെടുത്തു. അവിടെ വന്നിട്ട് അവർക്ക് ആ സമയത്ത് അവിടെ നടപ്പാക്കേണ്ടതാണ്. പിന്നെ പിറ്റേ കൂടെ നടപ്പാക്കുക. അപ്പൊ എല്ലാ സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. അവിടെ സന്ദർഭം അവര് പോലും അവരെ കൊല്ലും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഈ ആയത്ത് അവിടെ നടപ്പാക്കാതെ വിടുകയും ചെയ്ത്. ആ ആയത്ത് അവിടെ ഇറക്കിയിട്ടില്ല. മക്കം ഫത്തഹിന്റെ സമയത്ത് ആയത്തില്ല. അതല്ല നിങ്ങൾക്ക് ഇതിനെ കഥ അറിയില്ല എന്ന് പറഞ്ഞത്. നിക്ക് മക്കം ഫത്തഹിന്റെ അന്ന് ആയത്തില്ല. അപ്പൊ വഫാത്താനേന്റെ മുന്നേ ഇറങ്ങിയിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് അവിടെ ഒരു പിന്നെ മറ്റേ ജൂതന്മാരും ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ആര്? നിങ്ങൾക്ക് ഇതൊന്നും കഥ മനസ്സിലായിട്ടില്ല. അതാണ് ഈ പ്രശ്നം. നിങ്ങൾക്ക് അതിന്റെ കഥ സീക്വൻസ് പറഞ്ഞുതരാം. മനസ്സിലായോ? അതായത് ഹുദൈബിയ സന്ധി എന്നൊരു സന്ധി നടക്കുന്നുണ്ട്.
ഹന്തക്കും ഹൈബർ മറ്റേ ഇതൊക്കെ കഴിഞ്ഞു, ബനു ഖുറൈള കൂട്ടക്കൊലയൊക്കെ കഴിഞ്ഞതിന്റെ പിറ്റത്തെ കൊല്ലം. ആ സന്ധിയില് ബനു ഖുറൈള കൂട്ടക്കൊല എന്താ സംഭവം? ബനു ഖുറൈള കൂട്ടക്കൊല വെറുതെ ഒരു ഗ്രൂപ്പിനാണ് കൊല്ലുന്നത്, ആണുങ്ങളെക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ നോക്കിയതും അവര് പിന്നെ മറ്റേ കൊല്ലാൻ നോക്കിയ ഒരു തെളിവില്ല. കടങ്ങ് കയറിയ സമയത്ത് മറ്റൊരു വന്നപ്പോ അവർക്ക് സൗകര്യം ചെയ്തു. അതൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ പറയുന്നത് അപ്പൊ ഹദീസൊന്നും നിങ്ങൾ സ്വീകരിക്കൂല? ഹദീസ് നിങ്ങൾ സ്വീകരിക്കും. ആ ബനു ഖുറൈളയായിട്ട് ഇവർക്ക് കരാറുണ്ടായിരുന്നു എന്നല്ലേ, ആ കരാറിൽ കൊണ്ടുവന്ന പ്രശ്നം തീരും. കരാറല്ല, അവിടെ പിന്നെ മറ്റേ ആക്രമിക്കാൻ വരുന്ന ആളുകൾക്ക് ഇവര് മാസങ്ങളോളം പട്ടിണി കടന്ന് കിടങ്ങ് കുഴിച്ച് അവർക്ക് പിന്നെ വിട്ട് കടക്കാതിരിക്കുന്ന സമയത്ത് അവര് കോട്ട തുറന്നു കൊടുക്കും. അത് വലിയ ചതിയല്ലേ? കോട്ട തുറന്നു കൊടുത്തോ? അവരതിന് സൗകര്യം ചെയ്ത് കൊടുത്തില്ലേ? തുറന്നു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും തുറന്നു കൊടുത്തോ? അവർ കൊടുക്കാൻ ഒരുങ്ങിയോ? ഇല്ല, ഒരുങ്ങിയിട്ടില്ല. ആരൊരുങ്ങി? അവരെ ഭാഗത്ത് കൂടെ കടക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കാൻ ജൂതന്മാരെ ഒരുങ്ങി. നിങ്ങളിപ്പോ ഈ പിന്നെ ഹന്തക്കിന്റെ യുദ്ധം നടക്കുന്നതിന്റെ മാപ്പ്, അന്നത്തെ കാലത്തെ ഡ്രോയിങ് ഇപ്പൊ കിട്ടും നിങ്ങൾക്ക്. ആയിക്കോട്ടെ. ആ നുണയൊക്കെ സാമാന്യ ബോധം, ഇതൊക്കെ ബിൽഡ് ചെയ്ത നുണയാണ്. അതായത് ബനു നളീറിന്റെ കാര്യത്തിലും ബനു ഖുറൈളയുടെ കാര്യത്തിലും ബനു നളീറിന്റെ കാര്യത്തിലും ബനു കൈനുക്കായിന്റെ കാര്യത്തിലൊക്കെ ജൂതന്മാരെ പൂർണ്ണമായിട്ട് ഇസ്ലാമിന് കീഴൊതുക്കുക, അതല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക എന്ന പദ്ധതി നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് ബനു ഖുറൈളക്കെതിരാണ്. അതിനുവേണ്ടി പറയുന്ന ഒരു പൊട്ട ന്യായം മാത്രമാണ് ബനു ഖുറൈളക്കാരെ കൊടുത്ത. നിങ്ങൾ ബനു ഖുറൈള ഈ കിടങ്ങ് കുഴിക്കുമ്പോ അവിടെ കൊട്ടയും വട്ടിയും സാധനവും ഈ മണ്ണും ഈ കിളക്കാനുള്ള തൂമ്പയും കക്കൂസ് ഇതൊക്കെ കൊടുത്ത ആരാ? അവര് കൊടുത്തു സംഭവിച്ചു. പക്ഷെ അവർക്ക് എങ്ങനെ കൊടുത്താലും കൊടുത്തു എന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റുമോ? ആരാ കൊടുത്തത്? കൊടുത്തത് ആരോ ആവട്ടെ, എനിക്കറിയില്ല. കൊടുത്താരാന്ന് അറിയില്ല. കൊട്ടിയും തൂമ്പിയും കൊടുത്തോ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ തൊട്ട കൊടുത്ത ആരാ, വട്ടി കൊടുത്ത ആരാന്ന് പഠിക്കേണ്ടത്. ഇനി നിങ്ങളെ വാദത്തിന് വേണ്ടി ആ ഗ്രൂപ്പിലുള്ള ആ ഗോത്രത്തിലുള്ള ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ആ ഗോത്രത്തിന്റെ നേതാവ് തന്നെയുമോ അങ്ങനെ ഒരു കോട്ടവാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വെക്കുക. ഒരു വാദത്തിന് വേണ്ടിട്ടോ. നടന്നിട്ടില്ല, നടക്കട്ടെ. വാദത്തിന് വേണ്ടി സമ്മതിക്കുക. ഈ വാദത്തിന് വേണ്ടി സമ്മതിക്കുക. അതിന് നടപ്പിലാക്കുന്ന ശിക്ഷ രോമ വളർച്ച എത്തിയിട്ടുണ്ടോ നോക്കിയിട്ട് പുരുഷന്മാരെ മുഴുവൻ കൊല്ലല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയും അത് ചെയ്ത ആളുകളെ അല്ല. അതാണ് അത് ചെയ്ത ആളുകളെയും ചതി ചെയ്തു എന്ന് ആരോപണമെങ്കിൽ ചതിച്ചവരൊന്നും അല്ല. ഗ്രൂപ്പ് മൊത്തം നിന്ന് കഴിഞ്ഞാൽ എല്ലാരും ശിക്ഷിക്കുന്നല്ലേ ചെയ്യാം. ഈ ഗ്രൂപ്പ് മൊത്തം നിന്നു നിങ്ങളോട് ആരാ പറഞ്ഞ? തെളിവ് നിങ്ങൾക്ക് തരാം. എത്രയോ തെളിവ്. നിങ്ങൾ അതിന് ഒരു തെളിവ് രണ്ട് കാര്യങ്ങളാണ്. ഒരു കൂട്ടക്കൊലയെ ഗുഹ്യരോമത്തിന്റെ കളറ് നോക്കിയിട്ട് അല്ലെങ്കിൽ വളർച്ച നോക്കിയിട്ട് ഒരു ജനതയിലുള്ള പുരുഷന്മാരെ മുഴുവൻ നിരത്തി നിർത്തി കഴുത്തറുത്ത് രാവിലെ മുതൽ മഗ്‌രിബ് വരെ എന്നാണ് കണക്ക്. മനസ്സിലായോ? അതോ അസർ മുതൽ മഗ്‌രിബ് വരെയോ ഇശാ വരെയോ? അതായത് മണിക്കൂറുകൾ നിന്ന് മനുഷ്യരെ നിരനിരയായി നിർത്തിയിട്ട് തലയരിഞ്ഞ് ഒരു കൊക്കയിലേക്ക് ഇടുന്നതിന്റെ ചിത്രങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും. പിന്നെ നമ്മുടെ നാടിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യോ? നമ്മളെ ഒറ്റിക്കൊടുത്താൽ ഇന്ന് പാകിസ്ഥാന് നമ്മുടെ നാട്ടിലെ ആളുകളെ ഒറ്റിക്കൊടുത്താൽ നമ്മൾ ചെയ്യൂല. ചെയ്യാൻ പറ്റില്ല. ഒരു തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കണം, ശിക്ഷിക്കണം. അതിൽ സംശയം ഒരാളെ പിടിക്കണം, തെറ്റ് ചെയ്തവനെ പിടിക്കണം. അതല്ലാതെ ഗുഹ്യരോമത്തിന്റെ വളർച്ച നോക്കിയിട്ട് ഒരു ജനതയെ മുഴുവൻ കൊന്ന് തള്ളി ഞങ്ങൾ ആലോചിക്കും. മനുഷ്യന്മാര് നിരക്കനെ നിന്നിട്ട് മറ്റു മനുഷ്യന്മാരെ നിരായുധീകരിക്കപ്പെട്ട മനുഷ്യരെ കയ്യാമം വെച്ച് കഴുത്തറുത്ത് കൊക്കയിലേക്ക് തള്ളുന്ന കാരുണ്യവാനെ കുറിച്ച് അതൊക്കെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. ആരും ശിക്ഷിക്കും. തെറ്റ് ചെയ്തവർ ശിക്ഷിച്ച കാര്യമില്ല. നിങ്ങളിപ്പോ തെറ്റ് ചെയ്തവർ ശിക്ഷിച്ച ഏത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണ് മുഹമ്മദ് ശിക്ഷ നടപ്പിലാക്കിയത്? പറയും. ഏത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട്? അത് ഗുഹ്യരോമം നോക്കിയിട്ട് തലയർത്ത് കൊല്ലുന്ന ശിക്ഷ അന്നത്തെ കാലത്ത് പ്രായപൂർത്തി ആയിക്കോണം നോക്കാൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പ്രായപൂർത്തി എത്തിയ ആണുങ്ങളെ കൊല്ല, പെണ്ണുങ്ങളെ എന്താ നിങ്ങൾ ചെയ്തത്? ആണുങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെ എന്ത് ചെയ്ത്? സ്ത്രീകളെയും കുട്ടികളെ എന്ത് ചെയ്ത്? കുട്ടികൾ ഇന്നത്തെ കാലത്താണെങ്കിലും സ്ത്രീകളെയും കുട്ടികളൊക്കെ കൊന്നൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്നത്തെ കാലത്ത് മര്യാദ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളിപ്പോ പറഞ്ഞിട്ട് ക്രൂരം എന്ന് പറഞ്ഞല്ലോ.
അല്ല ഒരു നിങ്ങൾ ഒരു പറയും ഒരു ഇതിനൊക്കെ ഒന്ന് രാജ്യത്തെ ന്യായീകരിക്കുക, ഒന്ന് ഒറ്റിക്കൊടുത്താൽ കേക്കട്ടെ. അത് വലിയ കുറേട് തന്നെയാണ്. എന്ത് മനസ്സിലായോ? ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു എന്ത് ഇപ്പൊ ഇത് ബനു നിങ്ങൾ കുറേതിന്റെ കാര്യം ഈ വിഷയത്തിൽ നിങ്ങൾ സംവാദത്തിന് റെഡി ഉണ്ടോ? എങ്ങനെ എന്നിട്ടല്ല കേട്ടോ, ഞാൻ ആദ്യം പറയാം. പറയാ ഈ ആളെ പേര് വിഷയത്തില് പറയും. ഞാൻ ആരെങ്കിലും കൊണ്ടുവരാം, ഇസ്ലാമിക പണ്ഡിതന്മാർ ആരെങ്കിലും പറയണ്ടല്ലോ. കൊടുത്തിട്ട് കാര്യമില്ല. അതെന്താ ആരെങ്കിലും ഇന്നാളെ കൊടുത്തിട്ട് കാര്യം ഇന്നാളെ തന്നെ കിട്ടണോ? അതായത് അങ്ങനെയല്ല. ബനു നിങ്ങൾ ആളെ കുറൈള പേര് സംഭവം, പറയും. ബനു ഇതൊക്കെ കുറൈള പറ്റുന്ന ആൾക്കാരാണ് സംഭവം, നമുക്ക് നോക്കണ്ടേ. ബനു കുറൈള സംഭവം, അതേപോലെ ഉം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം. ഓ ഓക്കെ, നിങ്ങൾ കൊടുന്നോളി. ആയിക്കോട്ടെ. അത് ആളാരാണെന്നൊക്കെ പറയണം. ആളാരാന്നത് നീ ആരാണെന്ന് വിളിച്ചാൽ പറയണം. നമുക്ക് അറിയാൻ അത് ഉറപ്പില്ല. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആരൊക്കെ പറ്റുക? ഏതെങ്കിലും നിങ്ങൾക്ക് തരത്തിലൊക്കെ ആരൊക്കെ പറ്റുക? ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള ആളാവണമെന്ന് അറിയാം. അതാ നിങ്ങൾ എതിർക്കുന്ന ആളുകൾ ഇപ്പോ അബ്ദുള്ള ബാസിലുണ്ട്, അതേമാതിരി ഓനൊന്നും വരൂല, അതിന് നിങ്ങൾ ബേജാറാവണ്ട. സമദുണ്ട്, പിന്നെ അതിനൊന്നും അതേപോലെ നിങ്ങൾ വെറുതെ വെള്ളം അബ്ദുള്ള കാച്ചിട്ട് കാര്യമില്ല. അതിന് അഷ്റഫ് ഉസ്താദ് സമ്മതിക്കൂല. അഷ്റഫ് ഉസ്താദ്, ഓല മൂലിയൊരു വലിയ ഉസ്താദ് ടി കെ അഷ്റഫ്. അപ്പൊ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല? എല്ലാ അയാളെ പോലെ സംവാദത്തിന് വെല്ലുവിളിച്ച് നമ്മളെ ഏറ്റെടുത്ത് ചെന്നപ്പോൾ സ്റ്റുഡിയോനുള്ളത് പുറത്തേക്ക് ഇറങ്ങൂല എന്ന് പറഞ്ഞു. ഏത് സംവാദത്തിനാണ് വെല്ലുവിളിച്ച്? എന്താ ചെയ്യാ, അടിമത്തം. അടിമത്തത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പുറത്തിറക്കില്ലതാണ് എനിക്കത് കേട്ടപ്പോ മനസ്സിലായി. ഞാൻ അത് കഴിഞ്ഞിട്ട് 2 സംവാദം, ഒന്ന് കോഴിക്കോട് നളന്തയിലും ഒന്ന് തിരൂര്. നിങ്ങളത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഇനി ഈ വിഷയത്തിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഏത് വിഷയത്തില? സൂറത്ത് തൗബ ആയിക്കോട്ടെ, സൂറത്ത് തൗബ ആയിക്കോട്ടെ. ഇനി വേറെ നിങ്ങളോട് സംശയം ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഈ ഒരു വിഷയം വന്നു, അതായത് ഞാൻ മറ്റേ സംഘപരിവാറിന്റെ വിഷയമായിട്ട് നിങ്ങൾ വിശദീകരണത്തിൽ ഒരു വീഡിയോ വന്നിരുന്നല്ലോ. അത് സംഘപരിവാറിന്റെ പിന്നെ ഇതിലാണ് ഇസ്ലാമിക വെർഷൻ. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നിങ്ങൾ പറഞ്ഞപ്പോ അതിലൊരു സംശയം ചോദിച്ചോളി. അതായത് നിരീശ്വരവാദിയായ ഒരാൾ, നിങ്ങൾ എങ്ങനെ ഇസ്ലാമിലേക്ക് പോണ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞ് ഒരാള് ഇസ്ലാമത്തിൽ നിന്ന് പുറത്തു പോയാൽ ഒരിക്കലും ഒരാള് തിരിച്ച് ഇസ്ലാമിലേക്ക് പോകില്ല. നിങ്ങൾ അതിൽ ശരിക്കും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പോയ ആൾക്കാരെ ആരും അറിയില്ല. പോയത് പറഞ്ഞാല് വിശ്വാസപരമായിട്ട് തിരിച്ചു പോക്ക് അസാധ്യമാണ്. അസാധ്യമാണ്, ഒരിക്കലും അസാധ്യമാണ്. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഏത് ഡോക്ടർ ഉസ്മാൻ സാഹിബ്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ മറ്റേ ഇയാള് മരിച്ചു എന്ന് നുണ എഴുതിയ ഉസ്മാനാണോ? ഡോക്ടർ ഉസ്മാൻ ആര് മരിച്ചു? അതല്ലല്ലോ, വേറെ ഉസ്മാൻ അല്ലേ? ഡോക്ടർ ഉസ്മാൻ സാഹിബ് കേരള നേതൃത്വ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മരണപ്പെട്ട ഒരു ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഉണ്ട്. അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം അയാൾ എങ്ങനത്തെ ആളായിരുന്നു അറിയോ? തിരിച്ചു പോക്കിന് പല കാരണങ്ങളുണ്ടാവും. ഒരു 99% സാമൂഹ്യ സമ്മർദ്ദം, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അയാള് ഇസ്ലാമിനെ വിമർശിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എങ്ങനെയായിരുന്നു അറിയോ? അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ചിരുന്നത് പഴയ കാലത്ത് പിന്നെ തെരുവ് നാടകങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ആയിരുന്നു വിമർശിച്ചത്. അത്രക്ക് സ്ട്രോങ് ആയിട്ട് അയാൾ ഡോക്ടർ ഉസ്മാൻ, അതായത് നിലമ്പൂരിന്ന് ഈ പിന്നെ ഡോക്ടറായിട്ട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം പഠിക്കാൻ വേറെ പോയി. എനിക്കറിയാം, ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ച മാതിരി നിങ്ങൾ ആരും വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് അത്ര ശക്തമായിട്ട് വിമർശിച്ച ആള് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേട്ടോ? അപ്പൊ അദ്ദേഹം പിന്നെ എങ്ങനെ ഇസ്ലാമായി മരണപ്പെട്ടു പോയ ഒരാളെ വെച്ചിട്ട് നമുക്കിപ്പോ ഈ അയാളുടെ ഇപ്പൊ ഇസ്ലാമിലേക്ക് തിരിച്ചു പോയ ഒരാളുണ്ടല്ലോ, ഇപ്പൊ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരാളുണ്ടല്ലോ, അയ്യൂബ് മൗലവിനെ പറ്റി എനിക്കറിയില്ല. എന്തേ അതറിയില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പിന്നെ ഒരുപാട് വിമർശനങ്ങൾ നടത്തി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വീഡിയോ ഞങ്ങൾ കൂടുതൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി 2 അഭിപ്രായം അവരും പറയുന്നുണ്ട്, ഇവിടുന്ന് ആരും പറയുന്നില്ല. നിങ്ങളെ അഭിപ്രായം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാനത് നിങ്ങളെന്നറിയോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ ഒരാള് വെക്കുമ്പോ അത്രയും പിന്നെ ഉറപ്പുള്ള ഒരാളെ പറ്റി വെക്കണല്ലോ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അയ്യൂബിനെ പറയാതെ. അതുകൊണ്ടല്ല, അയ്യൂബ് മോശക്കാരനായിട്ടല്ല, അയ്യൂബ് മോശക്കാരനായിട്ടല്ല. അത് അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. എന്ത് ഗ്രന്ഥങ്ങള്? ആ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം അതിനു മുമ്പ് ഇസ്ലാം വിട്ടു പോകാൻ ഉണ്ടായ കാരണം അതിന് മറുപടി എഴുതിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. അത് കുറച്ചെണ്ണം എനിക്ക് കൊടുന്നേരും. ഉമർ മൗലവിയുമായി അദ്ദേഹം നിരന്തരം പിന്നെ സംവാദങ്ങൾ. ഞാൻ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിക്കോളി. ഒരാള് ഇസ്ലാം ശരിയായ രീതിയിൽ പഠിച്ച് അത് ദൈവികമായ ഒരു ആദർശമല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് ഉപേക്ഷിച്ച് പിന്നീട് അത് ദൈവികമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോകണല്ലോ. അപ്പോഴാണല്ലോ അയാൾ ഇസ്ലാമിലേക്ക് വിശ്വാസപരമായിട്ടുള്ള തിരിച്ചുപോക്കുണ്ടാവുക. തീർച്ചയായും അല്ലേ? അങ്ങനെ നടന്നതിന് ഞാൻ ഇതുവരെ തെളിവ് കണ്ടിട്ടില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. പിന്നെ ഇസ്ലാമിന്റെ ഫോൾഡിലേക്ക്, ഇസ്ലാം എന്ന് പറയുന്ന ഫോൾഡിലേക്ക് മടങ്ങുന്ന പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് പല സാഹചര്യങ്ങളുണ്ടാവും. ഒന്ന് സാമൂഹികമായ സമ്മർദ്ദം ഉണ്ടാവും, കുടുംബപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും, മരണക്കിടക്കയിൽ വെച്ചിട്ട് മയ്യത്ത്, അതായത് കോമയിൽ കിടക്കുന്ന ആള് ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ നുണപ്രചാരണം ഉണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ ഒരാൾ ബോധത്തിലിരിക്കുമ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇസ്ലാമിലേക്ക് വിശ്വാസപരമായി തിരിച്ചു വരികയാണെങ്കിൽ എന്റെ ആദ്യത്തെ ബാധ്യത എന്താ? ഞാൻ ഇന്ന് വരെ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ സാഹചര്യം
വിശ്വാസപരമായിട്ട് എനിക്ക് ഏത് കാര്യത്തിലാണ് പിന്നെ ഇത് ബോധ്യപ്പെടാതിരുന്നതെന്നും അതിനിപ്പോൾ കിട്ടിയ ബോധ്യം എന്താണെന്നും പറയണ്ടേ? പറയണം. അത് പറയാത്ത കാലത്തോളം അയാൾ എങ്ങനെ തിരിച്ചുപോയി എന്നതിന് ഇപ്പൊ നമുക്ക് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്റെ അറിവ് ശരിയാണെങ്കിൽ 2009 അങ്ങ് മരിച്ചിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ല ഞാൻ പറയാ അതായത് 2000 അദ്ദേഹം മരണപ്പെട്ടത് എന്നാ? മരണപ്പെട്ട വർഷം ആ ഗ്രന്ഥം ഞാൻ ഇദ്ദേഹത്തിന്റെ അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള കാരണം പിന്നെ മീൻസ് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. ഇയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നാടകക്കാരനായിരുന്നു എന്നും പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും അയാൾ ഇസ്ലാം വിട്ട സമയത്ത് അയാൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ അയാള് ദൈവം തന്നെ നിഷേധിച്ചു. ഇസ്ലാമിനെ മാത്രമല്ല, ദൈവം നിഷേധിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ഒരാളായിരുന്നു. അയാള് പിന്നെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ പിന്നെ അയാൾക്ക് എന്ത് സാമ്പത്തിക പ്രശ്നം? എങ്ങനെ അങ്ങനെ സാമ്പത്തിക പ്രശ്നം എന്നല്ല ഞാൻ പറഞ്ഞത്. അയാൾക്ക് അന്നൊന്നും അങ്ങനെ ഒരു വിഷയമൊന്നും മുമ്പില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭവം ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു എന്റെ മനസ്സിലാക്കല്. നാടകക്കാരനും അതല്ലാതെ ഒരു എങ്ങനെ നിങ്ങളിങ്ങനെ ഇസ്ലാമത്തിന് പോയാ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയാന്നല്ല. അത് ഗ്രന്ഥത്തിൽ തെളിവുള്ളതല്ലേ? ഗ്രന്ഥത്തിലുണ്ടോന്നല്ല, ഇപ്പൊ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതാണ്. നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പറ്റില്ല. സാമാന്യമായിട്ടുള്ള ജീവിതം സാധ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർക്കാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത? അങ്ങനെയൊന്നും അതൊക്കെ നിങ്ങൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വവാദികളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടുത്തെ പോപ്പുലർ ഫണ്ടുകാർ കയ്യും തലയും വെട്ടുന്ന കേസല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ഇസ്ലാമിലേക്ക് അതല്ല ഞാൻ പറഞ്ഞത്. അല്ല അതുണ്ട്, അതൊരു ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞത് അതുമല്ല. സാമാന്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല. ജീവിക്കുക പിന്നെ അത് പോരാട്ടമാണ്. അതൊരു ജീവിതമല്ല, അതൊരു പോരാട്ടമാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. എന്താ പറ്റിക്കണേ? ആർക്കും പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ക്രൈസിസും ഡോക്ടർ അത് ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അത് വായിച്ച കാലത്ത് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ. അദ്ദേഹത്തിന് ഒരു ക്രൈസും തരത്തില്ല. അദ്ദേഹം പിന്നെ മറ്റേ ചില കാരണങ്ങൾ കൊണ്ട് പിന്നെ ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, ഒരു നാടകക്കാരനായിരുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാടകക്കാരനല്ല, അയാൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം തെരുവ് നാടകം. അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ പ്രമേയം ഇസ്ലാമികമായ വിമർശനങ്ങളായിരിക്കാം. അതല്ലാതെ അദ്ദേഹം ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്കഷനിലൂടെ ഇസ്ലാം വിട്ട ഒരാളായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അദ്ദേഹത്തിന് കിട്ടിയ സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഞാനും ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇസ്ലാമിൽ നഷ്ടപ്പെട്ട് പുറത്തു പോയി എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. തിരിച്ച് അയാൾക്ക് ആ വിശ്വാസം ശരിയാകാൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കിട്ടിയിട്ടുള്ള പ്രൂഫ് എന്താണെന്ന് അയാൾ വ്യക്തമാക്കിയിട്ടുണ്ടാവണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണിക്കും, നമുക്ക് പരിശോധിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ ഇഷ്ടം പോലെ ആ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അല്ലെങ്കിൽ വായിച്ച ആൾക്കാരുടെ അടുത്തൊന്ന് പറഞ്ഞാലും മതി. ഇനിയിപ്പോ കുത്തിയിരുന്ന് ആ ഗ്രന്ഥം വായിക്കല് ആയിക്കോട്ടെ, അതിന്റെ അത് ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക്. അപ്പൊ എന്തായാലും ഈ കാര്യം പിന്നെ വേറെ ഒരു ആയിക്കോട്ടെ, ഞാൻ ആ വ്യക്തിയുമായി സംസാരിച്ചിട്ട്, കാരണം എന്താ അറിയോ, ഇതിപ്പോ ആധികാരികമായിട്ട് ഒരു നിങ്ങളോട് സംവദിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. ഒന്നും ഉണ്ടായിട്ടല്ല, തോൽപ്പിക്കലോ ജയിപ്പിക്കലോ ഒന്നുമല്ല. നമുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു പൊളിറ്റിക്കൽ കൾട്ടാണ്. പൊളിറ്റിക്കലായിട്ട് ഉദയം ചെയ്ത ഒരു കൾട്ട് പൊളിറ്റിക്കലായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പല ക്രൂരതകളും ഉണ്ട്. ഒരു രാഷ്ട്രീയ അതല്ലാത്ത ഒരു ദൈവികതയും ഈ മതത്തിന് പിന്നിലില്ല. മുഹമ്മദ് നബി കൊണ്ടുവന്നത് ഇസ്ലാമാണ്. അതിനല്ലാത്ത ഒരു തെളിവില്ല. അത് നിങ്ങൾക്കും തരാൻ പറ്റില്ല, ആർക്കും തരാൻ പറ്റില്ല. ഒരെണ്ണം പറഞ്ഞോളി. ഒരെണ്ണമാണ്. മുഹമ്മദ് നബി വരുന്നതിന് മുന്നേ അവിടെ അള്ളാഹനെ ആരാധിച്ചിട്ടില്ലേ? മുഹമ്മദ് നബി വരുന്നതിന് മുന്നേ അള്ളാഹനെ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞ പോലത്തെ അള്ളാഹനെ അവിടെ ആരും ആരാധിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ആരാധിച്ചിട്ടുണ്ട്. ആരാണ്? മുഹമ്മദ് നബിയുടെ വാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. മുഹമ്മദ് നബിന്റെ വാപ്പാന്റെ പേരെന്താ? അല്ല മൂത്താപ്പാന്റെ പേരെന്താ? അബൂലഹബ് എന്ന് വിളിക്കൂലേ? അയാളെ പേരെന്താ? അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താ? എനിക്കറിയില്ല. അബൂലഹബ് എന്നല്ലേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞുതരാ. അബ്ദുള്ള പേരിട്ട ആളാരാ? അബ്ദുൽ മുത്തലിബ് അല്ലേ? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുള്ളന്റെ മേലക്കുള്ള ഒരു മകനുണ്ടേ, അബൂലഹബ് നിങ്ങൾ ആക്ഷേപിച്ച് വിളിക്കണതേ. അയാളെ പേരെന്താ? അബൂ താലിബ് ഉണ്ട് താഴെ, അബ്ബാസ് ഉണ്ട് താഴെ. താഴെ അല്ല, ഇതൊക്കെ മേലെയാണ്. എന്താണ് പ്രശ്നം? ഇതില് ഞാൻ പറഞ്ഞത് ഈ അബൂലഹബിന്റെ പേര് പറയും. അപ്പൊ നിങ്ങൾ ഈ അബ്ദുള്ളക്ക് അവിടുത്തെ ഇസ്ലാമിക വിശ്വാസത്തിന് നിങ്ങളെ കണക്ക് പ്രകാരം ഇപ്പൊ അബ്ദുൽ മുത്തലിബ് മുസ്ലിമേന്നു
അബ്ദുൽ മുത്തലിബ് പിന്നെ അള്ളാനെ ആരാധിച്ചിരുന്നു, അള്ളാന്റെ കൂടെ ആരാധിച്ചു മറ്റുള്ളവരെ. അതുകൊണ്ട് കാഫറായി. എങ്ങനെ അള്ളാനെ ആരാധിച്ചിരുന്നു. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് അവിടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണല്ലോ ഇസ്ലാം. ആ അങ്ങനെ ഒരു ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബി മുഹമ്മദ് നബി പറഞ്ഞു ഉണ്ടാക്കിയതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ മതം. മുഹമ്മദ് നബി ആരാധിച്ച അള്ളാനെ ആരാധിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു. ഞാൻ ഇല്ല ആരാധിച്ചില്ല, അതല്ലേ പറഞ്ഞ. അതന്നെ മുഹമ്മദ് നബി പറഞ്ഞ പോലത്തെ ഒരു മതം, മുഹമ്മദ് നബി പഠിപ്പിച്ച പോലത്തെ ഒരു അതായത് ആലയം അവിടെ അതിന്റെ മുമ്പിൽ. ഇസ്മായിൽ നബിയുടെ ദഅവത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇസ്മായിൽ നബിയോ എവിടെ? ഇസ്മായിൽ ആരാ പറഞ്ഞ ഇസ്മായിൽ നബി ഉണ്ട്? അതിനുശേഷം അല്ല, ആരാണ് ഇസ്മായിൽ നബിക്ക് എന്താ തെളിവ്? ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ മകനാണ്. ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ആരാ? ഇബ്രാഹിം നബി എവിടെ? ഇബ്രാഹിം നബി എന്ത് തെളിവ്? നിങ്ങൾക്ക് ഇതൊന്നും അല്ല, നിങ്ങൾ എവിടെ നുണക്കഥ? ബൈബിളിന് തോറ കോപ്പി അടിച്ച കഥ. അതിന്റെ പേര് മാറ്റി എത്ര. അതിപ്പോ നമ്മളിവിടെ സംഖ്യകളില്ലേ, ചില സംഖ്യകൾ പറയില്ലേ താജ്മഹൽ അല്ല അത് തേജോ മഹാലയാണെന്ന് അറിയില്ലേ, അതേപോലത്തെ സാധനമാണ്. നിങ്ങൾക്ക് അതേപോലെയാണ് നിങ്ങൾ പറയുന്ന ഇസ്ലാമിന്റെ തെളിവ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനെ വിളിച്ച് തേടിയിരുന്ന ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. അബൂ ജാഹിൽ തെളിവുകളുണ്ട്. അള്ളാഹു എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന അൽ ഇലാഹ് എന്ന രീതിയിൽ അവർ പറഞ്ഞിരുന്ന ഒരു ദൈവം എന്നൊരു വാക്ക് മാത്രമാണ്. അല്ല, ആണ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മറ്റുള്ളവർ സഹായിക്കും. അതാണ് ദൈവം എന്ന അർത്ഥത്തിലാണ് അവിടെ അള്ളാഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു എന്ന ലോകം പടച്ച അതിന് ഒരു വേറെ ഒരു പേരിട്ട് ദൈവാക്കിയിട്ടൊക്കെ മുഹമ്മദാണ്. ഇനി നിങ്ങൾ പറഞ്ഞില്ലേ ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി, ഇതൊക്കെ നമ്മള് തേജോ മഹാലയ എന്നൊക്കെ പറയുന്ന പോലെ സംഖ്യകൾ പറയില്ലേ തേജോ മഹാലയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഗണപതി വട്ടാണ് എന്ന് പറഞ്ഞില്ലേ നമ്മള്, അതേപോലത്തെ തള്ളു മാത്രാണ്, അതിനൊന്നും ഒരു തെളിവില്ല. നിങ്ങൾക്ക് എല്ലാതും തെളിവില്ലാതെ തെളിവില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളി, നമുക്ക് എന്താ കുഴപ്പം? ഇനി നിങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത്? അബ്ദുള്ള ദൈവത്തിന്റെ ദാസൻ. അബ്ദുൽ ഉസ്സ നിങ്ങളെ പേര് കേട്ടിട്ടുണ്ടോ? അബ്ദുൽ ഉസ്സ എന്നൊരു പേരിട്ടിരുന്നു. അബ്ദുൽ മനാഫ് എന്ന് പേരിട്ടിരുന്നു. അബ്ദുൽ മനാഫ് നമ്മളെ നാട്ടില് ഈ അടുത്ത കാലത്താണ് മനാഫ് എന്നുള്ള പേര് എഴുതി പറഞ്ഞത് അല്ലേ? എന്റെ കൊളംബിൽ 2 മനാഫ് പേരുണ്ട്. അറിവില്ലാത്ത കാലത്തൊന്നും പറയില്ല. എന്റെ കൂട്ടുകാരുണ്ട്. അപ്പൊ അബ്ദുൽ മനാഫ് എന്നൊക്കെ പേരുള്ളവരുണ്ട്. വിഗ്രഹത്തിന്റെ പേരായിരുന്നു. അതെ, ഞാൻ ചോദിക്കുന്നത് ഇനി നിങ്ങൾ ഈ അബ്ദുൽ ഹുസൈൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു അബ്ദുൽ ഹുസൈൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അയാൾ നിങ്ങൾ വക്രീകരിച്ച് വിളിക്കുന്ന പേരാണ് അബൂ ലഹബ്. അബ്ദുൽ അതുണ്ടാവും. അബ്ദുൽ മനാഫ് എന്ന പേരുണ്ടായിരുന്നു. ദൈവത്തിന്റെ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി, ഇതൊക്കെ തോറയുടെ കഥയിലെ കഥാപാത്രങ്ങളെ അറബി പേരിട്ട് വിളിച്ച് നബിയാക്കിയത് മാത്രമാണ്. അപ്പൊ മറ്റേ ഇഞ്ചിയിലോ അള്ളാഹു ദൈവത്തിന് ഈ മുഹമ്മദ് നബി പറഞ്ഞുണ്ടാക്കിയ കഥയും തെളിവുള്ളൂ. ബൈബിളിൽ ഇല്ലേ? ഇല്ല, അറബി ബൈബിൾ അല്ലല്ല. ബൈബിൾ അറബിയിലല്ലേ? ബൈബിൾ അല്ലല്ല. ബൈബിൾ ഇല്ല, ബൈബിളിൽ അല്ലല്ല. നമ്മൾ അതായത് മറ്റുള്ള പല സ്ഥലത്തും അവരെന്നെ പറയുന്നുണ്ട്. ക്രിസ്ത്യ പണ്ഡിതന്മാരുടെ ദൈവത്തിന്റെ പേര് യാഹ്വേ എന്നാണ്. അള്ളാഹ് തന്നെ അവർ വിളിക്കുന്ന ഇഷ്ടം പോലെ. അള്ളാഹു പേരില്ല. ഇതൊക്കെ അതവിടെ ദൈവം എന്ന പാദത്തിന് അള്ളാഹു അല്ലാത്ത ഒരു അള്ളാഹു എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. മുഹമ്മദിന് ശേഷമാണ് ബൈബിളിലൊക്കെ അള്ളാഹു ഉണ്ടായത്. അല്ല, അവരുടെ ബൈബിൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്നാ ബൈബിള് നിങ്ങളെ പേരിപ്പോ എന്താ പറഞ്ഞ? ഇഞ്ചിയിൽ. എന്റെ പേര് റഷീദ്. നിങ്ങളെ പേരിപ്പോ അറബി പേരല്ലേ? അതെ. നിങ്ങൾ തമിഴ് പോകുമ്പോൾ റഷീദ് തന്നെ അല്ലേ? അമേരിക്ക പോയാലും റഷീദ് തന്നെ അല്ലേ? അതെ. നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്ന വെച്ചിട്ട് നിങ്ങളെ പേര് മാറ്റൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ബൈബിളിലും തോറയിലൊന്നും അല്ലല്ല, വെറുതെ എന്തെങ്കിലും പറയില്ലേ? ബൈബിളിൽ തോറ ബൈബിളിൽ അല്ല, സോറി, ഇഞ്ചിയില് ബൈബിൾ എവിടുന്ന് കേട്ടെടുത്താ? അല്ല, ബൈബിൾ എവിടുന്ന് കേട്ടെടുത്താ? അപ്പൊ ബൈബിൾ എവിടുന്ന് കേട്ടെടുത്താ? ബൈബിള് തോറയാണ് അതിന്റെ ഒരു ഒറിജിനൽ സാധനം. തോറന്ന് ബൈബിൾ കട്ടു അല്ലെ? ബൈബിള് കട്ടുന്നല്ല, തോറയുടെ കണ്ടിന്യൂറ്റി തന്നെയാണ് ഇത്. ഇപ്പം അയാൾ ജൂതൻ തന്നെ ആയിരുന്നല്ലോ യേശു. തോറ. അപ്പൊ യേശു ആരാധിച്ചിരുന്ന ദൈവം ഉണ്ടായിരുന്നു. ഒരു ദൈവം ഉണ്ട്. ദൈവവിശ്വാസിയാണോ? നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസിയല്ല.
അല്ല അപ്പൊ ദൈവമല്ല അങ്ങനെ. അപ്പൊ അതിലൊക്കെ അത് നമ്മൾ പോവാ, അതിലൊക്കെ അത് എളുപ്പ വഴിയല്ലേ, അത് പുറത്തോട്ട് ചാടാനുള്ള വേഗമുള്ള വഴിയല്ലേ. ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വേഗമുള്ള കിളിവാതിലാണ്. അതൊന്നുമല്ല, ആ ഉദ്ദേശിച്ച് ചോദിച്ചല്ലേ ഞാൻ. ഉപയോഗിക്കാറുള്ളത് അല്ല, നിങ്ങൾ തോറ അവിടെ നിർത്തുക എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾ ഒരു ദൈവത്തിന് അറ്റത്തിന് ദൈവത്തിന് അംഗീകരിക്കുന്നത് ലഭ്യമായതിൽ ഈ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ ഉള്ള പുരാതന ഗ്രന്ഥം തോറയാണ്. അപ്പൊ ഒരു ബൈബിളിലും പിന്നെ ഒരു സ്ഥലത്തെ ബൈബിളിലും അള്ളാന്നില്ല. അള്ളാഹു എന്ന് അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് എവിടെയില്ല. ഞാൻ കേരളത്തിലല്ല, ഒറിജിനൽ ടെക്സ്റ്റ് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിന്ന് വേറെ ചോദിക്കാം. എവിടെയും അള്ളാന്നില്ല, ഇല്ല ഇല്ല. അവരുടെ ദൈവത്തിന്റെ പേര് യാഹുവ എന്നാണ്, യഹോവ എന്നൊക്കെ അവർ പറയും. അപ്പോ മുഹമ്മദ് നബി വരുന്നതിന് മുന്നേ അള്ളാന്ന് ആരും വിളിച്ചിട്ടില്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് ഇസ്ലാം ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇസ്ലാം മൊത്തം അറബ് നാടിന്ന് കോപ്പി അടിച്ചല്ലേ. മുഹമ്മദ് നബിക്ക് മുമ്പ് ഹജ്ജില്ലേ? ഹജ്ജാരോടുന്ന അവിടുത്തെ ബൗദ്ധൈവാരാധകരുടെ ആരാധന. ഇബ്രാഹിം നബിയുടെ അല്ല ബൗദ്ധൈവാരാധകര്. പിന്നെ അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും അബ്ദുൽ മുത്തലിബും അബൂലഹബും ഒക്കെ ചെയ്തിരുന്ന ആരാധന അതേമാതിരി കോപ്പി അടിച്ചല്ലേ. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് അവിടെ പരമ്പര. ഇപ്പൊ ഹിന്ദുക്കൾ ഇപ്പൊ ഈ ശിവൻ എങ്ങനെ ആരാധിക്കുന്നത് ചോദിച്ചാൽ അതേപോലത്തെ ഒരു സാധനം ഉള്ളത്. ഹജ്ജ് അവര് വിഗ്രഹത്തിനാണ്. പിന്നെ അത്രേ ഉള്ളൂ. ഹജ്ജൊക്കെ മുഹമ്മദ് നബി കിട്ടാവുന്നിടത്തൊക്കെ അടിച്ചു മാറ്റി. മുഹമ്മദ് നബി സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഉണ്ടായിരുന്ന യുദ്ധം മാത്രമാണ്. വേറൊന്നും മുഹമ്മദ് നബി സ്വന്തമായിട്ട്. നമുക്ക് ഈ വിഷയത്തില് പിന്നെ നമുക്കത് പിന്നെ പണ്ഡിതന്മാരെ ചർച്ച ചെയ്യാം. അതായത് ഞങ്ങൾ പറഞ്ഞു കേട്ടോളി. മുഹമ്മദ് നബി പറഞ്ഞ ഷഹാദത്ത് കലീമ അതാണ് ഒന്നാമത്തെ നോണ. ഞാന് അള്ളാന്റെ റസൂലാണ് എന്ന് നബിയാണ് തട്ടിവിടാണ്. അതും അതിനു മുമ്പേ അവിടെ പ്രചാരത്തിലുള്ളതാണ്. ദൈവത്തിന്റെ വഹി ഇറങ്ങുന്ന പരിപാടിയൊക്കെ പല കഥയും. ഈ കഥ ഇതുപോലും മൂസാ നബിയുടെ കഥയെന്ന് കോപ്പിയാ. അതായത് മോസസിന്റെ കഥയുടെ കോപ്പിയാണ്. എവിടുന്ന്? ഇല്ല, അത് നമുക്ക് ലഭ്യമായതിലേ പറയുള്ളൂ. ഈ കഥകൾ മുഹമ്മദ് നബി പറഞ്ഞ ഈ പുരാണ കഥകളുടെ ഒരു ഭൂരിപക്ഷം ഈ ഉൽപ്പത്തി കാര്യങ്ങളൊക്കെ വരുന്നത് തോറയുന്നാണ്. പിന്നെ കുറെ നിയമങ്ങൾ, യുദ്ധ നിയമങ്ങളൊക്കെ വരുന്നത് വേറെ. പിന്നെ ഹമുറാബി കോടുന്നുണ്ട്. എന്തിനു വേറെ മനുസ്മൃതി എന്നുള്ള സാധനം വരെ ഖുറാനിൽ കോപ്പി ഉണ്ട്. മനുസ്മൃതി പിന്നെ ഉണ്ടായതല്ലേ? അല്ല, അതൊക്കെ തെറ്റാണ്. മനുസ്മൃതി ഒക്കെ അതിന്റെ മുമ്പുള്ളതാ. 1500 വർഷങ്ങൾക്ക് ഞാനേ എന്താ അറിയാം, നമ്മളീ വിഷയം ഞാൻ പറഞ്ഞിട്ടെ നല്ലോണം മനസ്സിലാക്കണം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സംവാദത്തിലേക്ക് നിങ്ങൾ വരുമോ? പിന്നെന്താ ഓക്കെ അല്ലേ? മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് വരും. മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഇപ്പോ ഞാന് ആരെ കിട്ടാച്ചാ അന്നേരം വിളിക്കാം. നിങ്ങൾ പറ്റുമോ നോക്കിയാൽ അതേ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ പഠിപ്പിക്കുന്ന നിങ്ങൾ ഈ ഹജ്ജ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയാം. ഉമർ തന്നെയാണെന്ന് എന്റെ ഓർമ്മ. ഉമറാണ് അലിയോ ഈ മാറിപ്പോയാല് കാര്യാക്കണ്ട. ഹജറുൽ അസ്വദിനെ മുത്തുന്ന കാര്യത്തിൽ പറയുന്നുണ്ട്, ഇതൊരു കല്ലാണ്, ഇതൊരു കല്ലാണ്. നബി ചുംബിക്കാൻ പറഞ്ഞു, ചുംബിച്ചു, അത്രേ ഉള്ളൂ. ഈ കല്ലിനോടുള്ള ആരാധനയും ബഹുദൈവാരാധകരുടേതാണ്. അങ്ങനെയല്ല പറയണത്. അതായത് പിൽക്കാലത്ത് വരുന്ന ആളുകള് അതൊരു ആരാധനമായിട്ട് അതിന് പുണ്യം കൽപ്പിച്ചിട്ട് അതൊരു ആരാധന രൂപത്തിലാവോ എന്നുള്ള ഭയത്താലാണ് ഈ സഫാ ഇടയിലുള്ള സഴിയില്ലേ, അതും അതിന്റെ മുമ്പുള്ളത്. അപ്പം പിന്നെ ബഹുദൈവാരാധകരായിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന പല ആൾക്കാരും നബിനോട് ചോദിച്ചു, അല്ല നബിയെ, നമ്മളിപ്പോ മുസ്ലിങ്ങളല്ലേ, ഇനി നമ്മൾ ഈ മലന്റെ ചുറ്റിലും ഓടണോന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല, നിങ്ങൾ ഓടിക്കോളിന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് അള്ളാന്റെ ഷായറാണ്, അള്ളാന്റെ ബഹുദൈവാരാധകരുടെ കാലത്ത് ആ 2 കുന്നിന്റെ മുകളിലും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ പോയിരുന്നത്. അവരതിനു വേണ്ടിട്ടല്ല, അത് എടുത്തു മാറ്റിയാലും അത് ഇബ്രാഹിം നബിയുടെ കാലം മുതലുള്ളതാണ് ഹജ്ജ്. അത് ആ ഹജ്ജ് അങ്ങനെ നിലനിർത്തി അതിൽ വ്യത്യാസങ്ങൾ വന്നത് മാറ്റി, അത്രേ ഉള്ളൂ. എന്ത് വ്യത്യാസം വന്നു? നിങ്ങളിപ്പോ പറഞ്ഞ ഹജ്ജ് ഇബ്രാഹിം നബിയും കൊടുക്കുന്നല്ല പറയുന്നു. എന്ത് ഇബ്രാഹിം നബി? അങ്ങനെ നബിയല്ല. എവിടെ ഇബ്രാഹിം നബി ഒരു പ്രവാചകൻ ജീവിച്ചിട്ടില്ല. ബൈബിളും കോപ്പി. അതാണ് എബ്രഹാമിനെ പിടിച്ച് ഇബ്രാഹിം നബി ആക്കിയതാണ്. ഇപ്പൊ അതെങ്ങനെ സൗകര്യപ്രദമായിട്ട് മാറ്റി എഴുതി. മുഹമ്മദ് നബി, ഇനി പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഇതില് മുഹമ്മദ് നബിക്ക് ആവശ്യമുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം. ബൈബിൾ കോപ്പി അടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് കോപ്പി അടിച്ചു വെക്കണ്ടേ? അതും തെറ്റിച്ച് അവനവന് വേണ്ട രീതിയിൽ വക്രീകരിച്ചിട്ട് ഇപ്പൊ ചില മൂല്യന്മാര് വ്യാഖ്യാനിക്കുന്ന പോലെ തന്നെയാണ് മുഹമ്മദ് നബി ചെയ്തത്. അതായത് ബൈബിൾ കഥയില് അല്ലെങ്കിൽ തോറ കഥയില് ഇബ്രാഹിം നബിയുടെ മകനെ അർക്കം കൊണ്ടുപോണത് ആരാണ് അറിയോ നിങ്ങൾക്ക്? ഇബ്രാഹിം നബിയുടെ മകനെ അർക്കം കൊണ്ട് ഇബ്രാഹിം നബി അല്ല, അത് ഏത് മകനെയാണ്?
അവര് ഇസ്ഹാഖ് നബിനെ എന്ന് പറയുന്നുണ്ട് ആ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ ഇസ്ഹാഖ് മുഹമ്മദ് നബി തിരിച്ചു മാറ്റിയത്? മുഹമ്മദ് തിരിച്ചു മാറ്റിയല്ല, അവരെ എഴുതി വെച്ചത് തെറ്റിയതാണത്. എങ്ങനെ ബൈബിളിൽ ഒറിജിനൽ ഒരുപാട് ടെക്സ്റ്റിലാണ് തെറ്റിയത്? മുഹമ്മദ് നബി അല്ല, എഴുതിയത് കറക്റ്റ്. ബൈബിളില് ഒരുപാട് കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ അതിൽ കഥ അതിൽ എന്താ പറഞ്ഞത്? പല അതെന്താ കഥ എന്ന് പറഞ്ഞത്? പ്രവാചകന്മാരും കള്ളുപിടിച്ച് മന്മത്തരായിരുന്നു അവര് എഴുതിയിട്ടുണ്ട്. എങ്ങനെ അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. എങ്ങനെ പിന്നെ പല പ്രവാചകന്മാരും കള്ള് കുടിച്ച് ആ പിന്നെ ഇപ്പൊ കൂത്താടിനെ ലൂത്ത് പറ്റിയ നബിക്ക് അതൊക്കെ സ്വന്തം എഴുതി പെമ്മക്കളിൽ കുട്ടികൾ ഉണ്ടായിന്ന് എഴുതിയിട്ടുണ്ട്, അതിലെഴുതിയിട്ടില്ലേ? ഏതില്? തോറയിലുണ്ട്. തോറയിലുണ്ട്. അതന്നെ കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് അതില്. ഇത് കൈ കടത്തി ലൂത്ത് തന്നെ കിട്ടണത് നിങ്ങൾക്ക് തോറയുന്നതാണ്. പിന്നെ അത് തെറ്റാണ് നിങ്ങൾക്ക് എവിടെ കിട്ടണത്? ആ വഹീനോട് ഏത് അടിസ്ഥാനത്തിൽ വഹി? കിട്ടും. അതന്നെ ഇസ്ലാം, അത് വഹീന്റെ അടിസ്ഥാനത്തില്. അതായത് അതാണ് ഒരു പറഞ്ഞത്. അപ്പൊ അരാജകത്വം ഇത് സംഭവിക്കുമ്പോൾ അടുത്ത മൊത്തം ഒരു പ്രവാചകൻ, ഒരു പുകയാണ്. പ്രവാചകൻ മാത്രം ലോകത്ത് വന്നിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഒരു അവരൊക്കെ പ്രവാചകനുമില്ല, കൊണ്ടുവന്നത് ഇസ്ലാം തന്നെയാണ്. പക്ഷെ അതിനെ അതിനൊന്നും ഒരു പൂർത്തീകരിച്ചു തെളിവില്ല. എന്നുള്ളൂ അതാ ഞാൻ മുഹമ്മദ് പറഞ്ഞത്, നബി. അങ്ങനെ ഒരു ഇസ്ലാമിന് യാതൊരു തെളിവില്ല. ഇത് ആയിക്കോട്ടെ, നമുക്ക് മുഹമ്മദ് നബി തെളിവുണ്ടാക്കാം. ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. രാഷ്ട്രീയമായിട്ടാണ് അത് അധികാരം സ്ഥാപിച്ചത്, അത് സായുധമായിട്ടാണ് അത് പ്രചരിപ്പിച്ചത്. ഭയവും ഭീഷണിയും ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. നിഷ്ഠൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള മതമാണ്. അതിന്റെ നിങ്ങളിപ്പോ ദൈവികമായിട്ടുള്ള ഇതൊക്കെപ്പാടെ നമുക്കിപ്പോ ഒരു വ്യാഖ്യാനം. സംവാദത്തിൽ ഒതുക്കാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സൂറത്ത് അതുകൊണ്ട് തൗബയാക്കാം. അതൊന്ന് അതാണല്ലോ ഇപ്പൊ വലിയ അതും സാധനം. ഈ അതായത് ഈ വിഷയം രണ്ട് തരത്തില് ഞാൻ ഇത് പറയുമ്പോ തന്നെ പറയാറുണ്ട്. RV ബാബുവിനെ പോലെയുള്ള സംഘപരിവാറുകാര് കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ആംഗിൾ അതിനുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അലിയാർ കാസിമിയും അമ്മം അക്ബർ ഉപയോഗിക്കുന്ന വേറൊരു മറു തന്ത്രവും ഉണ്ട്. ഈ രണ്ടും തെറ്റാണ്. ഇത് ഞാൻ വളരെ വിശദമായി ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടിന്റെയും ഇന്റൻഷൻ തെറ്റാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ പൂർണ്ണമായിട്ട് ഇസ്ലാമിന് കീഴൊതുങ്ങുക, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക, അവരെ കൊലപ്പെടുത്തുക എന്ന ഒരു തിട്ടൂരം ഇറക്കിയതാണ്. അതവിടെ നടപ്പിലാക്കാൻ പോയിട്ടുമുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പം കൊന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചത്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെന്ത് ചെയ്യും? കീഴൊതുങ്ങും. വേറെ രക്ഷയൊന്നുമില്ലല്ലോ അവിടെ. കുറെ ആൾക്കാർ നാട് വിട്ടു പോകും. നാട് വിട്ടു പോയാലും വേറെ രക്ഷയൊന്നുമില്ല. അതൊക്കെ അബൂ സുഫിയാന് ഷഹാദത്ത് കലിമ ചൊല്ലിയ സംഭവം സീറകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വായിച്ചാൽ മതി. പകുതി ഷഹാദത്ത് കലിമേ ചൊല്ലിയുള്ളൂ. അബൂ സുഫിയാന്റെ വിഷയത്തില് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് നമുക്കറിയാം. ഞാൻ അതും പറഞ്ഞതല്ല. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇബ്രാഹിം നബി ജീവിച്ചിരുന്നിട്ടില്ല. തോറയില് പിന്നെ ഒരിക്കലും അള്ളാന്റെ പേരേ വിശ്വാസം അനുസരിച്ചുള്ള ഈ കഥകൾക്ക് യാതൊരു തെളിവില്ല. ആകെയുള്ള തെളിവ് തോറയിലുള്ള കഥകൾ മാത്രമാണ്. അതിൽ നിന്ന് സന്ദർഭങ്ങൾ മാറ്റി, ആളുകളുടെ പേരുകൾ മാറ്റി, മുഹമ്മദ് നബിയിലേക്ക് മുഹമ്മദ് നബീന്റെ ഇസ്ലാമിനെ ഇബ്രാഹിം നബീന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി മുഹമ്മദ് നബി ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ക്രിസ്ത്യാനികൾ ആരാധിക്കണ മാതിരി യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അത് നിങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിച്ചോളി. അല്ല, അതല്ല പറഞ്ഞത്. അതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിലുള്ള അബദ്ധങ്ങൾ, ഇതിനെ സംബന്ധിച്ച് അബദ്ധങ്ങൾ അതെന്താ ദൈവത്തിനെ സംരക്ഷിക്കാൻ വയ്ക്കൂലേ? മനുഷ്യർക്ക് കൈ കൊടുത്ത മനുഷ്യർ അത് അതന്നെ ഖുർആൻ അതുകൊണ്ടാണ് ലാസ്റ്റ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ലാസ്റ്റ് ദൈവത്തിൽ നിന്നുള്ള ഗ്രന്ഥാണ്. അതെ, അത് സംരക്ഷിക്കാൻ ദൈവത്തിന് പറ്റൂലേ? അത് മനുഷ്യരുടെ കയ്യിൽ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു, മനുഷ്യർ കൈ കടത്തി. അതന്നെ അത് റബ്ബിന്റെ ഒരു തീരുമാനം. ലാസ്റ്റ് ഖുർആൻ വന്നില്ലേ? ഖുർആൻ എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്ത് വന്ന ഗ്രന്ഥാണ്. തിരുത്തി എന്ന് നിങ്ങൾ എന്ത് വെച്ചിട്ടാ പറയണ? തോറ തിരുത്തി അത് ഇഷ്ടം പോലെ തെളിവുകൾ എന്ത് വെച്ചിട്ടാ പോലെ ഉണ്ടല്ലോ. ഖുർആൻ വെച്ചിട്ടല്ലേ? തോറല്ല, ബൈബിള്. തോറയില് കൈകടത്തൽ വരുത്തി എന്ന് പറയുന്നത് ഖുർആൻ വെച്ചിട്ടല്ലേന്ന്? ബൈബിളിൽ കൈകടത്തൽ അത് ബൈബിളിന്റെ ആൾക്കാരെന്നെ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല. അല്ല, തോറയിൽ കൈകടത്തൽ നടത്തിയെന്ന് മുഹമ്മദ് നബിയുടെ കാലത്ത് പറയണമെങ്കിൽ മുഹമ്മദ് നബിക്ക് ഒറിജിനൽ ബൈബിൾ കണ്ടിട്ടുണ്ടാവണല്ലോ, അല്ലേ? അതിന്റെ കോപ്പി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് വഹി മുഖാന്തരം അതാ പറഞ്ഞത്. മുഹമ്മദ് നബീന്റെ വഹിയും തോന്നലും ഈ പുകകളിലാണ് ബാക്കി എല്ലാത്തിനും മാർക്ക് ഇടുന്നത്. മുഹമ്മദ് നബി പറയും അത് വഹിയാണ്. കൈകടത്തൽ നടത്തിയെന്നുള്ളത് അവരെന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതിപ്പോ ഖുർആനിൽ കൈകടത്തൽ മനുഷ്യന്മാര് കൈകടത്തി ഉണ്ടാക്കിയ സാധനം ഖുർആൻ. മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിച്ച ഖുർആനിനെ മുഹമ്മദ് നബി കണ്ടത്. മുഹമ്മദ് നബി ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഖുർആൻ എന്ന് പറയുമ്പോൾ മനസ്സിലൊരു ചിത്രം വരുന്നുണ്ടല്ലോ. ചട്ടക്കൂടല്ല, എഴുതി വെച്ച ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഖുർആൻ മുഹമ്മദ് നബി എടുത്തുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയും വിളിച്ചു പറയണതല്ലേ? മൊത്തത്തില് 2 പ്രാവശ്യം ഒത്തു നോക്കി, പിന്നെ ഓതിപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ വന്ന് ഒത്തു നോക്കി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടേ, മുഹമ്മദ് നബി ഖുർആൻ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
മുഹമ്മദ് അത് കാലോചിതമായി നടക്കുന്ന മുഹമ്മദ് സംഭവങ്ങളല്ലേ. ഞാൻ അത് നോക്കിയിട്ട് ഇപ്പൊ എന്താ? പറയട്ടെ, മുഹമ്മദ് നബി ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ രൂപത്തിൽ ഇത് ആക്കി അത് സംരക്ഷിക്കണം ഇന്ന എന്ന് ഭാഗത്ത് ഇന്ന ആയത്ത് എന്നുള്ള ഖുർആൻ ഇവിടെ നബിന്റെ ഞാൻ കാലത്ത് നടന്നു. ചോദിച്ചതിനല്ലല്ലോ മറുപടി. ഖുർആൻ എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മുസ്ഹഫ് മനുഷ്യ സൃഷ്ടിയാണോ അല്ലേ? മുസ്തഫോ മുസ്തഫ അള്ളാന്റെ കരണമാണ്. മുസ്ഹഫ് മുസ്തഫ ഒരു തട്ടക്കൂട്ടിലാക്കില്ല. അതിപ്പോ നിങ്ങളിപ്പോ നാളെ ഫോണിലാക്കാൻ പറഞ്ഞു വെച്ചാൽ അതിന് എന്താ മറുപടി? ഫോണിൽ ഖുർആനാക്കാൻ പറഞ്ഞു, ചിപ്പിൽ ഖുർആനാക്കാൻ പറഞ്ഞു. ഇതൊന്നല്ല ഞാൻ ചോദിച്ചത്. ഏത് ഫോർമാറ്റിലാണെങ്കിലും പുസ്തക രൂപത്തിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ക്രോഡീകരിച്ചിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇന്ന ഭാഗത്ത് ഇന്ന ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുസ്തക രൂപത്തിൽ ചട്ടക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ആരാണ് ഖുർആൻ ക്രോഡീകരിച്ചത്? ക്രോഡീകരിച്ച സഹാബത്താണ്. ക്രോഡീകരിച്ച് എങ്ങനെ ചട്ടക്കൂട്ടിലാക്കിയത്? ഈ സഹാബത്ത് ഞങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഈ പിന്നെ റിദ്ദാവാർ കഴിഞ്ഞതിന് ശേഷം അല്ലെ മുസ്ലിങ്ങളുടെ പക്ഷത്തുനിന്നും ആളുകൾ കുറെ പേര് കൊല്ലപ്പെട്ടപ്പം ഉമർ ആണ് തീരുമാനിച്ചത് ഇത് ക്രോഡീകരിക്കണം അല്ലേ? ക്രോഡീകരിക്കുന്നത് മനപ്പാടമായിട്ട് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതിന്റെ സന്ദർഭം എന്താ? എന്നിട്ട് അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട്, ഖലീഫയായ അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട് ഉമർ ഈ ആവശ്യം പറയുന്ന ഹദീസിലുണ്ട് അല്ലേ? അപ്പൊ അബൂബക്കർ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് പറയാത്തൊരു കാര്യമാണ് ഉമർ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ? അത് അത് അബൂബക്കർ അതെന്നാരോ സഹാബത്തിന്റെ പല ആളുകളെയും പല സ്വഭാവക്കാരുണ്ടായിരുന്നു. ഇപ്പോ പിന്നെ യുദ്ധത്തടവരെ പിടിച്ചപ്പോ ഒരു പ്രാവശ്യം സന്ദർഭത്തിൽ ഉമറിനോട് ചോദിച്ചപ്പോ കൊല്ലാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് വെറുതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് പിന്നെ മറ്റേ എഴുത്തുമാനും പഠിപ്പിച്ച വിടാന്ന് പറഞ്ഞു. അത് അഭിപ്രായം ചോദിക്കുമ്പോ പലരും പർവ്വതത്തിനും പറയാം. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെന്താ അതല്ല ഏകത്തൊരു കാര്യം പറയട്ടെ. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നമ്മളിപ്പോ സംസാരിച്ചില്ലേ സംസാരിച്ച വിഷയം രണ്ടാളുകൾ ഇത് മുഹമ്മദ് നബി കൽപ്പിക്കാത്ത കാര്യമാണെന്നും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നും അഭിപ്രായം പറഞ്ഞ രണ്ടുപേരിൽ ഒരാൾ അബൂബക്കറാണ്, ഖലീഫ, ഒന്നാം ഖലീഫ. രണ്ടാമത്തെ ആൾ അപ്പൊ ഉമർ ശാഠ്യം പിടിച്ചു. അതിനുശേഷം ഈ ഖുർആൻ ഈ എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അയാളെ പേര് എനിക്ക് ഓർമ്മയിലില്ല. അയാളുടെ അടുത്ത് ഉമർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, അബൂബക്കർ ഉമറും കൂടി. അയാളും പറഞ്ഞത് ഇതേ തടസ്സമാണ്, ഇത് നബി പറയാത്ത കാര്യമാണ്, ചെയ്യാൻ പറ്റില്ല. പിന്നെ നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതിനേക്കാളും ഭേദം എന്നോട് ആ ഉഹദ് മല തല തിരിച്ചു വെക്കാൻ പറയില്ലായിരുന്നു, അത് ഇതിനേക്കാൾ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? അതിപ്പോ പിന്നെന്താ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഖുർആൻ എന്ന് പറഞ്ഞ സാധനം ഇന്ന് നമ്മൾ മുസ്ലിങ്ങളെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇപ്പോൾ ഖുർആനിലുള്ള സകല വചനങ്ങളും അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണെന്നും അത് മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബി സർട്ടിഫൈ ചെയ്തതാണ് എന്നതിന് ഇപ്പൊ ഞാൻ ഒരു പുസ്തകം എഴുതി, ഞാൻ അതിന്റെ ഇടയിൽ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയില്ല, ഞാനൊരു യാത്ര പോയി, ഒരു 15 കൊല്ലത്തേക്ക് യാത്ര പോയി. ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ കുറച്ച് കൂട്ടുകാരന്റെ കുറച്ച് അനുയായികളും ഉണ്ടായിരുന്നു. ഓലെ എല്ലാരും കൂടി എന്റെ ഈ ഗ്രന്ഥം അവിടെ ഇവിടെയൊക്കെ ചിതറി കിടന്നതൊക്കെ എടുത്ത് പുസ്തക രൂപത്തിലാക്കി. അങ്ങനെയല്ല, അല്ല പറയട്ടെ, ഈ സാധനം ഇതിനെ സർട്ടിഫൈ ചെയ്യേണ്ട ആളാണ് മുഹമ്മദ് നബി അല്ലേ? ഖുർആൻ ഹാഫിളായ ആളുകളിൽ ആണ് മുഹമ്മദ് നബിയിലേക്ക് എത്തണ്ടേ? ഇപ്പൊ നിങ്ങൾ ഹദീസ് പൂർത്തീകരിക്കണമെങ്കിൽ മുഹമ്മദ് നബിയിൽ നിന്ന് ഉത്ഭവിച്ച സനദോട് കൂടിയ സാധനം വേണ്ടേ? ഇത് ഫുള്ള് റസൂലിന്റെ കാലത്ത് തന്നെ നിങ്ങൾ ഗ്രന്ഥം എഴുതി എന്നോട് പറഞ്ഞു തന്നു. അത് കംപ്ലീറ്റ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഞാൻ മനപ്പാടാക്കി. എന്നിട്ട് നിങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും ഞാൻ മരിച്ചതിന് ശേഷം ഞാനത് എഴുതി വെച്ചുകൊണ്ടെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറെ കാലം നിങ്ങളോട് പറഞ്ഞു, കുറച്ചു കാലം ബാസിലിനോട് പറഞ്ഞു, കുറച്ചു കാലം മറ്റേ ഹിലാലിനോട് പറഞ്ഞു, കുറച്ചു കാലം വേറെ ആരോടെ പറഞ്ഞു. ഇങ്ങനെ എല്ലാരും കുറച്ച് അവിടെ ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ എഴുത്തുകാരുണ്ടായിരുന്നു. ഞാൻ മരിച്ചു പോയിട്ട് നിങ്ങൾ ഇതെല്ലാരും കൂടി വട്ടത്തിലിരുന്ന് വേറൊരാള് നിർബന്ധിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് കിട്ടാവുന്നതൊക്കെ കൊണ്ടുവന്ന് ക്രോഡീകരിച്ച് ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചോ? ഇത് ഈ പറഞ്ഞതുപോലത്തെ തന്നെ ചെയ്തിക്കണെന്ന് ആരെ കൺഫേം ആക്കുക? ഒരു വ്യക്തി ഫുള്ള് കാണാപ്പാടാൻ പഠിച്ചിട്ടുണ്ടെങ്കിലോ എന്താ കാര്യം? ആ വ്യക്തി പറഞ്ഞിട്ട് കാര്യമില്ല. മുഹമ്മദ് നബി ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് തെളിവ് വേണ്ടേ? ഇപ്പൊ ഞാൻ ഇനി ചോദിക്കാം, മുഹമ്മദ് നബി ഖുർആൻ ക്രോഡീകരിച്ച കണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമാണ് മുഹമ്മദ് നബി അംഗീകരിച്ച ഖുർആൻ ആവുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മുഹമ്മദ് നബി ഇപ്പൊ നിങ്ങൾ പറയണ സനദിന്റെ കഥ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ന ആയത്തുകൾ ഇന്ന സൂറത്തുകളിൽ ഇത്രാമത്തെ ആയത്തായിട്ട് ചേർക്കണം എന്ന് മുഹമ്മദ് നബി അപ്പോൾ പറഞ്ഞിരുന്നു എന്ന് പറയണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അത് ഹദീസല്ലേ? അത് ഈ 6000 ചില്ലാന ഹദീസിൻ ഈ ആയത്തിനും ഇങ്ങനത്തെ ഹദീസ് വേണ്ടേ?
അത് മൊത്തത്തിൽ എല്ലാ കാര്യം ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ അങ്ങനെയല്ല. വേണം. മുഹമ്മദ് നബി ഒരു വാക്ക് പറഞ്ഞാൽ അത് ഹദീസാണ്. ഒരാള് പറയണേ ഒരു ഹദീസ് ഒരു പുസ്തകത്തിലുള്ള ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പുസ്തകത്തിലുള്ള സൂറത്തുൽ നിങ്ങൾ തൗബയിൽ 6600 ആയത്തുള്ള ഒരു പുസ്തകങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ പറയണേ ഇന്ന സ്ഥലത്ത് ഇന്ന ആയത്ത് ഇന്ന ഇത് വെക്കാൻ പറ്റും പറഞ്ഞുകൊള്ളുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അത് മൊത്തമായി. പിന്നെ ഓരോന്നും വേണം. ഇത് പറഞ്ഞു തെറ്റല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, സൂറത്തു തൗബയിൽ 5-ാം വചനം ഇപ്പൊ ഇരിക്കുന്നിടത്ത് ആ 5-ാമത്തെ വചനമായിട്ട് ചേർക്കണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞതിന് എന്താ തെളിവ് നിങ്ങളത്തുള്ളത്? അത് മൊത്തത്തില് ഇന്ന ഭാഗത്ത് ചേർക്കണം എന്ന് പറഞ്ഞ ഓരോ സാഹബത്തിനോട് പറഞ്ഞ അതിന്റെ തെളിവ്, അതന്നെ തെളിവ്. അല്ല പിന്നെ തെളിവ് അല്ല. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന 5-ാമത്തെ ആയത്തായിട്ടാണ് ചേർക്കേണ്ടത് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതിന് എന്താ തെളിവ്? മുഹമ്മദ് നബി എന്ന ഒരാള് ജീവിച്ചിരിക്കുന്ന തെളിവുണ്ടോ? ഇല്ല. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ തെളിവ് ഇപ്പൊ ഈ ഖുറാനിൽ അല്ലാതെ തന്നെ തെളിവുണ്ട്. എങ്ങനെ തെളിവ്? അത് ഖുറാനിൽ അല്ലാതെ തെളിവുണ്ട്. ഒന്ന് പറഞ്ഞേ എങ്ങനെ തെളിവ്? അത് ആ കാലഘട്ടത്തിന്റെ വേറെ ചരിത്രം എഴുതിയ ആൾക്കാർ ഇസ്ലാമിന്റെ പുറത്തുള്ള ആ ചരിത്രം നിങ്ങൾക്ക് വിശ്വാസം? അത് ഒരാളെ ഭാവന ഉണ്ടാക്കിയതാണെങ്കിലോ? മുഹമ്മദ് നബി എന്ന ഒരാൾ വന്നു, എത്ര ആളുകളെ ടിപ്പു സുൽത്താൻ ഓരോ കഥകളുണ്ട്. അല്ലല്ല, ഓരോ കഥകള് ഓരോ ആളുകളെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ചെറുപ്പത്തില് ഈ മോയിൻകുട്ടി വൈദ്യർ ഏതൊരു കഥ ഉണ്ടായിരുന്നു അലി റളിയല്ലാഹുവിനെ പറ്റിയിട്ട്, മറ്റെന്താണ് ഇഫ്രീത്ത് രാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊക്കെ സത്യമെന്നാ വിചാരിച്ചിരുന്നത്. അത് സത്യമായിട്ടല്ല എഴുതിക്കണം, അയാളെ ഭാവന എഴുതിയതാണ്. ഇതേപോലെ പിന്നെ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന ഒരാൾ വെറുതെ എഴുതിയാണെങ്കിലോ? ആയിരിക്കും. ആണെങ്കിലും അപ്രസക്തല്ല. കാരണം എന്താ, യുദ്ധം വെട്ടുന്നത് പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ് ഇപ്പൊ മുഹമ്മദ് നബി അത്ര തെളിവ് മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതിന്റെ അത്ര തെളിവ് പോലും ഇന്ന സൂറത്ത് ആയത്തുകൾ ഇന്ന സൂറത്തിൽ ഞാൻ ചോദിക്കാണ്, മുഹമ്മദ് നബി ജീവിച്ചിരുന്ന തെളിവില്ല ഒരാൾ പറയണേ, നിങ്ങൾ എങ്ങനെ തെളിവുണ്ടാവണം? ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബി ജീവിച്ചിരുന്നോ ഇല്ലേന്ന് പോലും അപ്രസക്താണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു തെളിവ്? അങ്ങനെ ഒരാള് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വിചാരിച്ചോ? അല്ല, അങ്ങനെ വിചാരിക്കല്ല. നിങ്ങളുടെ വിശ്വാസം എന്താ? അത് പറയും. അതാ ഞാൻ പറഞ്ഞത്. എന്റെ കാഴ്ചപ്പാടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് ഇസ്ലാമിനെ പുറത്തുനിന്നുള്ള തെളിവുകളും കൂടി പരിഗണിച്ചിട്ട് എന്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ അത് തെറ്റാണെന്ന് വെച്ചോ, അങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിട്ടല്ല നമ്മൾ അള്ളാനെ വിമർശിക്കണേ. അതല്ല നിങ്ങളിപ്പോ അത് അള്ളാടെ അവിടെ നിൽക്കുക. അത് ദൈവത്തിന്റെ കാര്യം കുറെ ആൾക്കാരും പറയണ്ടല്ലോ. അതല്ല, ദൈവം ഉണ്ടെന്ന് കുറെ മതക്കാർ വിശ്വസിക്കുന്നത്. അതല്ല പറഞ്ഞത്. മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് നിങ്ങൾക്ക്? മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്ന തെളിവിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല സുഹൃത്തെ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കണതേ. അങ്ങനെയല്ല, നിങ്ങൾ മുഹമ്മദ് നബി ജീവിച്ചിരുന്നു പിന്നെ എന്താ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുഹമ്മദ് നബി അതിന് കോപ്പി അടിച്ചു, അവിടെ എഴുതി ഇവിടെ എഴുതി, അങ്ങനെ ചെയ്തു? അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്. മുഹമ്മദ് നബി എന്നൊരു ഒരു പ്രവാചകനെ മുൻനിർത്തി, മുഹമ്മദ് നബി പറഞ്ഞ ഒരു അള്ളാഹുവിനെ മുൻനിർത്തി എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥവും ഇവിടെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തോടാണ് സംവദിക്കുന്നത്. അതിന് ഈ കഥാപാത്രങ്ങൾ റിയൽ ആണോ അല്ലേ എന്നുള്ളത് പോലെ അപ്രസക്താണ്. കാരണം ഇത് വിശ്വസിക്കുന്ന നിങ്ങൾ ഉണ്ടാവുന്നോണ്ടാണ് നമ്മൾ സംവദിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ജീവിച്ചിരുന്നു തെളിവൊന്നുമില്ല. ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും സമാണെന്ന്. അല്ല, അത് ആയിക്കോട്ടെ. നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ പ്രത്യയശാസ്ത്രത്തോട് യുദ്ധം വെട്ടുന്നു. കമ്മ്യൂണിസം ഒരു പ്രത്യയശാസ്ത്രമാണ്. അതേമാതിരി പ്രത്യയശാസ്ത്രത്തോട് അതേപോലത്തെ ഒരു സാധനം നിങ്ങൾ യുദ്ധം വെട്ടുന്നു. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബി ജീവിച്ചിരുന്നു കൂടെ നിങ്ങൾ വെറുതെങ്കിലും വിശ്വസിക്കുന്നു? ആ ചോദിക്കണം. എന്റെ ചരിത്ര വായനയിൽ മുഹമ്മദ് ഇപ്പൊ ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് പറയുന്ന വാദങ്ങളുണ്ട്. മുഹമ്മദ് നബി ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനത്തെ സിദ്ധാന്തങ്ങൾ. അപ്പൊ അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ നമ്മൾ ഇതൊക്കെ താരതമ്യം ചെയ്യുന്നതിൽ ഞാൻ എത്തിയിട്ടുള്ള നിഗമനം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നതായിട്ടാണ് എന്റെ ബോധ്യം. ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞുതരാവുന്നതല്ല. നമ്മൾ ഇസ്ലാം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതിന് തെളിവ് 10 ഒരെണ്ണം പറഞ്ഞൂടെ? എങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്. ഈ പാരലൽ ആയിട്ട് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഒക്കെ ഉള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റകളിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ പരാമർശിക്കുന്നുണ്ട് എന്നുള്ള തന്നെയാണ് തെളിവുള്ളൂ. അതല്ലാതെ അയാളുടെ ബയോഡാറ്റയും അയാളുടെ DNA നമ്മൾ ടെസ്റ്റ് ചെയ്ത് അല്ല, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു നിങ്ങൾക്ക് യാതൊരു തെളിവില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവണില്ലേ? നിങ്ങൾ നേലിനോട് യുദ്ധം ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ അങ്ങനെ കൊന്നു ഒക്കെ പറയുന്ന ഇല്ലാത്ത ഒരാളെ പറ്റിയ അല്ല. അതാ ഞാൻ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ഒരു മതവും നിങ്ങൾ പറയുന്ന ഒരു കഥയും
ആ പുസ്തകവും ആ പുസ്തകത്തിന്റെ നന്മയും പറയുമ്പോഴാണ് ആ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ സംവദിക്കുന്നത്. അവിടെ കവറും വെറുതെ കെട്ടിണ്ടാക്കിയതാണ്. അപ്പൊ ആളില്ലെങ്കിൽ പിന്നെ അങ്ങനെ കവറും കെട്ടിണ്ടാക്കിയാവും. ഉമറും ഉണ്ടാവില്ല, ഉസ്മാനും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ പറഞ്ഞത് ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഉള്ളതും ഇല്ലാത്തതും സമമാണ് എന്നെ സംബന്ധിച്ച്. മനസ്സിലായി? അപ്പൊ ഏത് കാരണം മുഹമ്മദ് ഇവരൊക്കെ കൂടി നബിന് ഉണ്ടാക്കിയത് പറയണ കേട്ടോളൂ, ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയതെന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ ഉണ്ട്, ഇല്ലേ? മുഹമ്മദ് നബി ആ ജീവിച്ചിരുന്നെങ്കിൽ പുസ്തകത്തിൽ വേറെ ഈ വ്യക്തിക്ക് കൊണ്ട് മുഹമ്മദ് കാര്യമാണ് നബിയാണ് ഉണ്ടാക്കണമെങ്കിൽ. ഉത്തമ മാതൃ. നിങ്ങൾക്ക് ഇത് തീരെ മനസ്സിലാവില്ലാത്ത പോലെ നടിച്ചാൽ വേറെ രക്ഷയൊന്നുമില്ല. അത് നടിക്കൊന്നുമില്ല. അങ്ങനെയാണ്. അതായത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ നിങ്ങള്? അതെ. ആ വ്യക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഉത്തമ പുരുഷൻ എന്ന് വിചാരിക്കുന്ന ആളല്ലേ നിങ്ങള്? അതെ. അയാളുടെ ജീവചരിത്രം കിട്ടുന്ന ഒരു സ്രോതസ്സാണ് ഹദീസ് എന്ന് വിചാരിക്കുന്ന ആളല്ലേ നിങ്ങള്? ഹദീസ് അതേപോലെ ആ നാട്ടിൽ ഞാൻ പോയി സീറകള്, സീറകള് ഖബറൊക്കെ പാദനബിയുടെ ഖബർ വരെ ഉണ്ട്. അതിന് പാദനബി ഉണ്ട് എന്നുള്ളത് തെളിവാണോ? ആണോ? തെളിവാണോ? അപ്പൊ അത് പോട്ടെ. ഞാൻ പറയണത് അതേപോലെ തന്നെ ഈ തരം ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തോടാണ് നമ്മൾ സംവദിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ആള്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് നബി വാപ്പയുടെ മരണവും മുഹമ്മദ് നബിയുടെ ജനനവും തമ്മിൽ ഏകദേശം 3.5 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടെന്ന് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ പരസ്പരം പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനത് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇറലവന്റ് ആണ് എന്നെ സംബന്ധിച്ച്. നമ്മളെ ആശയം അതല്ല. ആശയം എന്ന് പറയുന്നത് ഈ നേതാവ്, ഈ ആളുടെ അനുയായികള്, ഇയാളുടെ വഹി എന്ന് പറയുന്ന കഥ, ഇതൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഗ്രന്ഥവും അതും ഉണ്ടാക്കിയെടുത്ത ഒരു മതനിയമവും ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ ഉണ്ട്. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അവകാശവാദങ്ങളുണ്ട്. ഇത് ശരിയാണോന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുഹമ്മദ് നബി ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും അപ്രസക്തമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കുന്നത് അപ്രസക്തമാണ്. ഇതിലേക്ക് വേണ്ട, ഇതിലേക്ക് വേണ്ടാത്തൊരു സാധനമാണ്. പക്ഷെ നമുക്ക് പരസ്പരം ചോദിക്കുമ്പോ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഉത്തരവാദിത്തമല്ലല്ലോ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണില്ല, അങ്ങനെ ഒരാൾ ജനിച്ചെന്ന് ഉറപ്പില്ല. എന്താ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഞാൻ ജനിച്ചിരുന്നു, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അയാൾ ചെയ്ത തന്നെ അതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കണ്ടോ? അങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ട്, ആരെ മകനായിട്ട് ജനിക്കട്ടെ, അബ്ദുള്ളയുടെ മകൻ ആരെ മകനായിട്ട് ജനിക്കട്ടെ, ഇങ്ങനെ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെന്നും ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുമാണ് ആ വ്യക്തി എഴുതിണ്ടാക്കിയാണ് ഇതൊന്നും. അങ്ങനെ ഒരു വ്യക്തി എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്, അയാൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ചോദിക്കണേ? അങ്ങനെ ആള് അതിനെന്താ തെളിവെന്ന് ചോദിക്കണേ? അതിനെന്താ വിശ്വസിക്കണേ തെളിവാണ്? ഈ മുഹമ്മദിനെ കുറിച്ച് കള്ളപ്രവാചകൻ എഴുതിയ ഇസ്ലാമിന് പുറത്തുള്ള ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ അല്ല നിങ്ങൾ ഇത് ചോദിക്കാൻ കാരണമുണ്ട്. ഇതെന്താ ചോദിക്കാൻ കാരണം അറിയോ? നിങ്ങളിപ്പോ ഒരു മനുഷ്യനെ എഴുതി വെച്ച ഏത് കാര്യം പറഞ്ഞാലും എല്ലാതും തെറ്റാ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ വായിച്ചിട്ട് പഠിച്ച മുഹമ്മദ് നബി അതും തെറ്റാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. നിങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ട്, അതായത് നിങ്ങൾ ഇപ്പൊ ഈ മുഹമ്മദ് നബിയുടെ കാര്യം പറഞ്ഞതില് ഇപ്പൊ ഈ ഇസ്ലാം വിമർശകരുടെ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തീറ്റാറുന്നല്ല, കുറെ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ബ്ലൈൻഡ് ആയിട്ട് അതൊക്കെ കള്ളക്കഥകളൊക്കെ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിനെ നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ മുഹമ്മദ് നബി ഈ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തെളിവ് ഇതേമാതിരി എഴുതി കിട്ടിയാലുണ്ടാകുക. അപ്പൊ നിങ്ങൾ അതും തള്ളണ്ടേ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ എക്സിസ്റ്റൻസ് തള്ളണ്ടേന്നല്ല നിങ്ങളെ ചോദ്യം. മുഹമ്മദ് നബി ഇരുന്നിക്കണോ നിങ്ങൾക്കും കിട്ടിക്കണോ ഗ്രന്ഥങ്ങൾ പോലെ കിട്ടുക അല്ല, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് തീരെ മനസ്സിലാവാത്താണോ മനസ്സിലാവാത്ത പോയത് അഭിനയിക്കണോ എനിക്കറിയില്ല. മുഹമ്മദ് നബിയുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് പലതരം ചർച്ചകളുണ്ട്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാള് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറയുന്ന ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അതിന് എക്സിസ്റ്റൻസിന് തെളിവുണ്ട് എന്ന് സിറിയയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള വേറെ ആ കാലഘട്ടത്തിൽ 630-40കളിലൊക്കെ കണ്ടെടുത്ത ചില ഗ്രീക്ക് കൃതികളുമായി ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് അവിടെ ഒരാൾ ജീവിച്ചിരുന്നതിനെ കുറിച്ചുള്ള മെൻഷനിങ് ഉണ്ട്. അങ്ങനെ പല തെളിവുകൾ സാഹചര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് നമ്മൾ. അല്ല, ഞാൻ പറഞ്ഞതാ എന്റെ നിഗമനം, എന്റെ ബോധ്യം. ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഒരാൾ അവിടെ ജീവിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ അതേപോലെ കറക്റ്റ് ആണെന്നുള്ള വാദമൊന്നും ഇപ്പൊ എനിക്കില്ല. പല കഥകളും എക്സാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു ദിവസം 9 ഭാര്യമാരടുത്ത് പോയിട്ട് ഒറ്റ കുളി കുളിച്ചിരുന്നൊക്കെ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും പോകാൻ കഴിയുന്നു. പക്ഷെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതാ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് പലതും പല കഥകളും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ CM വലിയുല്ലാഹി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. CM എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അയാള് ഫ്ലൈറ്റ് ഒക്കെ ഉള്ളം കയ്യിൽ ഇറക്കിയിട്ട് ഇവിടെ റൺവേയിൽ കൊണ്ടിറക്കി വെച്ചെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. എഴുതി വെച്ച കിതാബും ഉണ്ട്.
മനസ്സിലായി? അപ്പൊ ആ അതൊന്നും കിതാബ് ആര് കിതാബൊന്നല്ല. വിശ്വസിക്കണോ എങ്ങനെ വിശ്വസിക്കണോ അത് വേറെ കഥയാണ്. അപ്പൊ ഞാൻ ഇതിൽ അവസാനം ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഇത് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നീട് കേൾക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് മറ്റേ അത് യൂട്യൂബിൽ ഇടരുത്. കാരണം എന്താ പറയുക, ഞാനൊരു അറിവില്ലാത്ത ആളാണ്. അങ്ങനെയല്ല, ഇത് നമ്മൾ ഇത്രയൊക്കെ നേരം നിങ്ങൾ റെക്കോർഡും ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ട് ഇനി ഇത്ര നേരം ഞാൻ എന്റെ വീഡിയോന്റെ സമയം ചെലവഴിച്ചിട്ടാണ് ഈ വർത്താനം പറയുന്നത്. ഇതൊക്കെ ആൾക്കാർ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതിൽ നിങ്ങളെ പേര് വിവരങ്ങളൊക്കെ ഞാൻ ചോദിക്കണതല്ല, ഞാൻ ചോദിക്കണം, ഞങ്ങൾ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാല് ഈ വിഷയങ്ങളുമായിട്ട് സംവാദിക്കാൻ വേറൊരാളെ ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങളെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ റെക്കോർഡ് ചെയ്യാനല്ലേ, ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാനിടൂല. എനിക്ക് തോന്നിയതാണ്, അല്ലാതെ ഞാനിടൂല. അല്ല, നിങ്ങൾ ഇടൂല്ല എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച് ഇത്തരം സംസാരങ്ങൾ സ്വാഭാവികമായിട്ടും റെക്കോർഡ് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് ഇട്ട് വെച്ചിട്ട് എനിക്ക് പ്രശ്നം അതാ പറഞ്ഞത്. അതൊന്നും വിഷയം ഉണ്ടായിട്ടൊന്നുമില്ല. ചർച്ച ചെയ്യട്ടെ. ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മള് ഇട്ടുന്ന് വിചാരിച്ചാൽ എനിക്ക് വിഷയം ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മളെന്താ വെച്ചാല് പിന്നെ നമ്മളത്ര അറിവുള്ള ആളൊന്നുമല്ല. അത് കുഴപ്പമില്ല. അതിപ്പോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് ആൾക്കാരൊന്നല്ലോ. ഞാൻ അവസാനം ഒരു കാര്യം പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ കൊണ്ടുവരാം ആളുകളെ. നിങ്ങള് സംവാദത്തിന് വിളിച്ചിട്ട് വന്നതാന്ന് പറഞ്ഞ ആ ഇത് കംപ്ലീറ്റ് ഞാൻ കേട്ടിട്ടുണ്ടായി. ഇതൊക്കെ നിങ്ങൾ വിളിച്ചോടിയതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആയിക്കോട്ടെ, ബോധ്യപ്പെടാനുള്ള ഒരു അവസരമാണല്ലോ. നിങ്ങൾ ഒരാളെ സംഘടിപ്പിച്ചോളി. അത് ഇപ്പൊ ഞാൻ ഒളിച്ചോടി എന്ന് പരാതി പറയുന്ന ആളുകളിൽ ആരെങ്കിലും തന്നെ ഉറപ്പിച്ചോളി. ഒരു കാര്യം ഞാൻ മുൻകൂട്ടി തന്നെ പറയാ, ഈ റൂമിന്റെ ഉള്ളിൽ കുത്തിരുന്നിട്ട് ഒളിച്ചിരുന്നുള്ള സംഭവം ഒന്നുമില്ല കേട്ടോ. അതൊന്നുമല്ല. ചിലപ്പോ ക്ലാസ് റൂമോ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ഓഡിയൻസിന് മുന്നിലുള്ള സംവാദമേ ഉള്ളൂ ഇസ്ലാമിസ്റ്റുകളായിട്ട്. ഇസ്ലാമിസ്റ്റുകൾ ആരുമായിട്ടും അല്ല. ക്ലാസ് റൂം സംവാദം നടത്തുക എന്ന് പറഞ്ഞാല് അതിപ്പോ ഇനി സ്കൂളിന്റെ ഒരു ഹാൾ ആയിക്കോട്ടെ, അതൊരു ഓഡിറ്റോറിയം ആയിക്കോട്ടെ. ക്ലാസ് റൂം പറ്റില്ല. ക്ലാസ് റൂം പറഞ്ഞാൽ എന്തായാലും 10-20 ആൾ ഇരുന്നിട്ടോ? ക്ലാസ് റൂം കേട്ടിട്ടാണ് അതാ ചോദിക്കുന്നത്. ക്ലാസ് റൂം എന്താണ്? അതാ പറഞ്ഞ ഈ ഓൺലൈൻ പരിപാടികളായിട്ട് ഒന്നും വിളിക്കണ്ട. അതിന് ടൈം കഴിയുന്നവരെ സംസാരിച്ചാൽ നിങ്ങൾക്ക് അവസരം തരും, നമുക്ക് അവസരം തരും. ആ രൂപത്തിൽ അതിനൊന്നും ഒരു ഓൾ ഉണ്ടാവില്ല. ഇത് ആളുകളിലേക്ക് എത്താനാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്നോട് പേഴ്സണലായിട്ട് സംവദിക്കാൻ പബ്ലിക് സ്റ്റേജിലേക്ക് വരൂല എന്ന് പറയുന്ന പല മഹാന്മാരും ഇപ്പോഴും തെരുവിലാണല്ലോ പരിപാടികൾ നടത്തുന്നത്. അവിടെ വന്ന് പല ആൾക്കാരും പല ചോദ്യം ചോദിക്കണ്ടല്ലോ. അത്തരം പരിപാടികളിൽ എന്തുകൊണ്ടാണ് ഒരു വിമർശനം ചെയ്തുകൂടാത്തത്? നിങ്ങൾ അവരെ വെല്ലുവിളിച്ചിട്ട് വരാത്ത ഒരു വോയിസോ എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും? എത്രണ്ണം നിങ്ങളൊന്ന് കേറി അധികമൊന്നും ഒന്നുകൂടി പറയാം. ഈ ഇപ്പൊ ഇവിടെ കത്തി നിൽക്കുന്ന ഒരു ടീം വിസ്ഡം മുജാഹിദിന്റെ ആൾക്കാരാണ്. അവരുടെ ആൾക്കാരാണെങ്കിൽ വളരെ സന്തോഷം. അപ്പൊ ഇതൊരാളെ കൊണ്ടുവരും, നമുക്ക് സംസാരിക്കാം. പക്ഷെ എന്റെ കണ്ടീഷൻ ഇത് അവരോട് എന്നല്ല, ആരോടും ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ 4 ആളുടെ മുന്നിൽ ചർച്ച ചെയ്യണതാണ്. അതിന് ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞത് യൂട്യൂബിലുണ്ടെന്നാണ് പേടിച്ചിട്ടൊന്നല്ലോ. ഞാൻ അങ്ങനെ വിചാരിക്കില്ല. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. നമ്മള് ഇസ്ലാമിനെ കുറിച്ച് വലിയ പഠിച്ചാളൊന്നുമല്ല. ഞാൻ കുറെ ദിവസമായി. കാരണം ഞാൻ നിങ്ങളെ വീഡിയോ കേൾക്കാറുണ്ട്, പിന്നെ നിങ്ങളെ വിമർശിക്കുന്ന ആളുകളുടെ വീഡിയോ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പല സമയത്തും ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ ബ്ലൈൻഡ് ആയിട്ട് തള്ളുന്ന രൂപത്തിൽ അങ്ങനെ നിങ്ങൾ ഒന്നും കേട്ടിട്ടൊന്നുമല്ല. നിങ്ങൾ വെറുതെ നിങ്ങളങ്ങനെ തള്ളുക. അതാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ എല്ലാതും അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായ തെളിവാണ് പറഞ്ഞത്. ഇപ്പൊ സൂറത്ത് തൗബനെ പറഞ്ഞ പണി അവസാനിപ്പിക്കാം. സൂറത്ത് തൗബ നിങ്ങളിപ്പോ പിന്നെ ഉമർ അല്ലാഹുവിന്റെ ചരിത്രം ഹജറുൽ അസ്വദിനെ പറ്റി പറഞ്ഞ നിങ്ങൾ വിചാരിച്ചല്ലേ അത്? അല്ല എന്തിനാ അതങ്ങനെ പറഞ്ഞത്? ആ ഉദ്ദേശത്തിലാ പറഞ്ഞത്. നിങ്ങളാണ് വിചാരിച്ചല്ലേ? എഴുതിയ വാക്കിനും എഴുതിയ വാക്ക് എന്താന്ന് വെച്ചാൽ കല്ലിനെ ചുംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അങ്ങനെ അതിലേക്ക് ശിർക്കിലേക്ക് പോകാനുള്ള വഴി എളുപ്പമാണ്. അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഉമർ അല്ലാഹു ഇത് വെറും ഒരു കല്ലാണ്. ഇതിന് വിഗ്രഹാരാധന തന്നെയാണ് കല്ലിനെ ചുംബിക്കലും കഅബന്റെ ചുറ്റും നടക്കലും. എങ്ങനെ? എന്താ കഅബന്റെ ചുറ്റും നടക്കാറ്? എന്താ കാബത്തിന് ആരാധിച്ചിട്ട് നടക്കുന്നത്? എന്താണ് കഅബന്റെ ചുറ്റും? എന്താ പിന്നെ ആ ക്യൂബിന് എന്താ ഇങ്ങനെ വട്ടം ചുറ്റുന്ന എന്തിനാ? അല്ലാഹ് പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് കാബത്തിന് ഉപദ്രവവും ഉപകാരം ആ കാബത്തിന് ഒരു പ്രത്യേക പദവി ഇല്ലേ ഇസ്ലാമില്? ഞാൻ ചോദിക്കട്ടെ, വേറെ വിഗ്രഹത്തിന് ചുറ്റുന്ന ഈ കഅബയുടെ പിടിക്കാന് പിന്നെ തൗഫീക്ക് തരണേ പഠിച്ചോനെ എന്ന് പറഞ്ഞ നെഞ്ചുപൊട്ടി കരയണ മുസ്ലിങ്ങളില്ലേ? കാബത്തിന്റെ കില്ല പിടിക്കുന്ന പ്രത്യേകിച്ച് മൂല്യൊന്നുമില്ല. അത് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ. അതാ ഞാൻ പറഞ്ഞത്. കാണാനും അവിടെ തവാഫ് ചെയ്യാനും ആഗ്രഹം 5 നേരം പുണ്യമുള്ള കാര്യല്ലേ? കഅബയെ തവാഫ് ചെയ്യുമ്പോ പുണ്യം കിട്ടും. അല്ലാഹ് പറഞ്ഞത് അനുസരിക്കുന്നു. തവാഫ് ചെയ്യുമ്പോ പുണ്യം കിട്ടും. അല്ലാഹ് പറഞ്ഞ അനുസരിക്കുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കഅബ എന്ന് പറഞ്ഞ ഒരു ക്യൂബിന്റെ ചുറ്റും നടക്കുമ്പോൾ പുണ്യം കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ഉണ്ട്. അത്രന്നെ ഉള്ളേ. അതന്നെ അത്രന്നെ ഉള്ളു വിഗ്രഹാരാധന അങ്ങനെയുള്ളൂ. അതാണ് കഅബയാണ് അവിടുത്തെ വിഗ്രഹം. അല്ല, വിഗ്രഹാരാധന കഅബയാണ് വിഗ്രഹം. നിങ്ങൾക്ക് ആ ക്യൂബാണ് വിഗ്രഹാരാധന പറ്റി വിഗ്രഹം. മനസ്സിലായിട്ടില്ല. അല്ലാതെ നിങ്ങൾക്ക് ആ വിഗ്രഹാരാധന വിഗ്രഹത്തിന് മനസ്സിലായിട്ടില്ല. ചുറ്റും നിങ്ങൾക്ക് വിഗ്രഹാരാധന നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതാണ് പ്രശ്നം. എന്ത് മനസ്സിലാവാനല്ലേ? വിഗ്രഹാരാധന ചുറ്റുമ്പോ ആ വിഗ്രഹത്തിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എങ്ങനെ അങ്ങനെ വിഗ്രഹാരാധകർ വിഗ്രഹത്തെ അങ്ങനെയാണെങ്കിൽ ചുറ്റുമ്പോൾ ലോകത്തൊരു വിഗ്രഹാരാധകരും ഇല്ല. അതെന്താ? ഏത് വിഗ്രഹം ഇപ്പോ ഏതെങ്കിലും ആരാധിക്കുന്ന വിഗ്രഹം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഗ്രഹാധാരങ്ങൾ കണ്ടിട്ടുണ്ടോ? വിഗ്രഹാരാധന ആ വിഗ്രഹത്തിന്റെ പിന്നെ മരിച്ചുപോയ ഒരാളുണ്ടാവും ചിലപ്പോ, അല്ലെ ഒരു പ്രതീകം ഉണ്ടാവും, അല്ലെ ഒരു സിമ്പിൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോ മുളയങ്കാവിൽ അമ്മയെ ആരാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള മുളയങ്കാവിൽ അമ്മ എന്ന് പറഞ്ഞ ഒരു ദേവി മരിച്ചു പോയിട്ടുണ്ട്. അവര് കാണും, കേൾക്കും, ഉത്തരം ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ 4 പുറം തുറക്കുന്നത്. അതൊക്കെ ദൈവത്തിന്റെ കഴിവില്, ദൈവത്തിന്റെ പുനർജന്മോ, ദൈവത്തിന്റെ പിന്നെ എന്തെങ്കിലും ഒരു ഇതിലാണേ. ഇത് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആരാധിക്കുന്നതെന്ന് അള്ള പറഞ്ഞ മണ്ടത്തരാണ്. അല്ലാതെ അപ്പൊ അതിൽ വേറെ ഒന്നുമില്ല. അത് ഇവര് വിശ്വസിക്കുന്നതാണ്. വിളിയും തെളിയും ഇല്ലാത്ത, അപ്പൊ അള്ള ഖുറാനിൽ പറഞ്ഞതാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവരെ വിളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കളോട് ഓരയിടുന്നവരായിട്ടാണ് ഉപമിച്ചത് വിഗ്രഹാരാധകരെ കുറിച്ച്. ആക്ച്വലി അവര് വിഗ്രഹങ്ങളോട് വിഗ്രഹമേജി കല്ലിവിടെ ഇറങ്ങി വന്ന് ഉപകാരം ചെയ്യും എന്ന് വിശ്വസിച്ചവരല്ലാന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിന്റെ പിന്നിൽ മരിച്ചുപോയ ഒരാള് അല്ലെങ്കിൽ ഒരു പിന്നെ അങ്ങനെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിക്കോട്ടെ, അതേപോലത്തെ ഒരു വിശ്വാസം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കഅബയിലുള്ളതേ അല്ല. പിന്നെ ഞാനിപ്പോ അള്ളാഹുവിന്റെ ഭവനമാണ് എന്നൊരു വിശ്വാസല്ലേ? അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്. അതുകൊണ്ട് അതിനെ ചുറ്റിയാൽ അള്ള കൂലി തരും എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചുറ്റണേ? ചുറ്റുന്നത് കഅബേനെയല്ലേ? ലക്ഷ്യം വെക്കുന്നത് കഅബേനെയല്ലേ? ചുറ്റുന്ന കഅബയാണ്. അള്ളാഹ് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അള്ളാഹിനെ അനുസരിക്കുന്നു. ഞാൻ പറഞ്ഞത് അള്ളാഹു തന്നെയാണ് ഈ വിഗ്രഹാരാധന നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കണെന്ന് അതല്ലേ പറഞ്ഞത്. അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അള്ളാഹു എന്ന് പറയുന്നത് അവിടുത്തെ വിഗ്രഹാധാരകരുടെ ഒരു ദൈവമായിരുന്നേ. അതുകൊണ്ട് ഇത് എങ്ങനെ കഴുകിയാലും അതിന്റെ അംശയിലുണ്ടാവും. വേറെ വിഷയമാണ്, അത് വേറെ തിയോളജിക്കലായിട്ടുള്ള ഡിസ്കഷനാണ്. അള്ളാഹ്ക്ക് വിഗ്രഹം ഉണ്ടായിരുന്നോ? എങ്ങനെ? അള്ളാഹ്ക്ക് വിഗ്രഹം വേണ്ടല്ലോ, എന്തിനാ അള്ളാഹ്ക്ക് വിഗ്രഹം? പെങ്ങള് പറഞ്ഞു അള്ളാഹിന്റെ വിഗ്രഹം ഓൽക്കില്ലാത്ത വിഗ്രഹമല്ലേ പെങ്ങൾ ഉണ്ടാക്കി കഅബാക്കി അവിടെ വെച്ചേ. മുഹമ്മദ് നബി കഅബല്ല. മുഹമ്മദ് നബി അവിടെ വിഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ എന്നെ തവാഫ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അതവിടെ അന്നത്തെ കാലത്ത് തവാഫ് നടന്നിരുന്നു. വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാൻ മുഹമ്മദ് നബി കഅബക്ക് ചുറ്റും തവാഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നബിക്ക് അധികാരം കിട്ടിയപ്പം മുസ്ലിങ്ങൾ അല്ലാത്തവരവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, വിഗ്രഹങ്ങളൊക്കെ തല്ലി തകർത്തു. മുസ്ലിങ്ങൾ അല്ലാത്തവരൊന്നും അവിടെ ഇനി ഹജ്ജിന് പ്രവേശിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഓല ഹജ്ജും ഓല ആരാധനയൊക്കെ കോപ്പി അടിച്ചെടുത്തു, അത്രേ ഉള്ളൂ. ആ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് കോപ്പി എന്താ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് നബി അവിടെ വന്നിട്ട് ബാക്കിയൊക്കെ ഉണ്ട്. എന്താ തൽബിയത്തിൽ വാക്ക്? എന്താ വാക്ക്? ചെല്ലുന്ന തന്നെ അത് ഒന്ന് കോപ്പി അടിച്ചെടുക്കുമ്പോ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെട്ടും എന്താ മാറ്റിയത്? ഇതൊക്കെ എത്ര ഉള്ളൂ, സിമ്പിൾ ആയിട്ടൊരു വാക്ക്. എന്താ മാറ്റിയെന്ന് പറയും. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളി. പിന്നെന്താ വിഗ്രഹാരാധന ധ്വനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറ്റി എന്ന് പറയണത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ധ്വനിപ്പിക്കുന്നൊന്നല്ല, അവരുടെ വിശ്വാസമാണ് പറയുന്നത്. അതാ പറഞ്ഞ അവരുടെ വിശ്വാസമാണ് കഅബ തവാഫ് ചെയ്യൽ, ഹജ്ജ് വിഗ്രഹാരാധനയുടെ ഭാഗമായിരുന്നു ഹജ്ജ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. അവിടെ എത്തുമ്പോ റസൂൽ പറയും മതി. അവിടെ അത് ആ വിശ്വാസം കറക്റ്റാണ്. പിന്നെ അവർ പറയും ഇല്ലാ ശരീകൻ ഹുവലക തംലിക്കുഹു അമ്മാമലക. അതായത് നിനക്ക് പങ്കുകാരില്ല, നിന്റെ വിളിക്കുത്തരം ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ കറക്റ്റാണ്. പിന്നെ അവർ പങ്കുകാരുണ്ട്, ആ നീ ഉടമപ്പെടുത്തുന്ന പങ്കുകാർ മാത്രം. അതായത് അവർ വിശ്വസിച്ചിരുന്നത് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് അവരെ സഹായിക്കും ഇവര് അവർ വിശ്വസിച്ചത്. അത് മാറ്റില്ല, അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ. കോപ്പി അടിച്ചെടുക്കാന്നല്ല, ആ വിശ്വാസം ആദ്യകാലം മുതലുള്ളത് കാലം മുതലുള്ളത് ആദം നബി മുതൽക്ക് കൊണ്ടുവന്നതാണ് ഇസ്ലാം. നിങ്ങള് യാത്രയിലാണോ? റേഞ്ച് പോണ്? അല്ല, ആ വീട്ടിലാ. അപ്പോ ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായി. പിന്നെ ഞങ്ങള് യൂട്യൂബിൽ ഇടാണെങ്കിൽ കിട്ടുള്ളൂ. ഞാൻ ഇടുന്ന നിങ്ങളെ സംശയിച്ച് പരിചയമുള്ള ഒരാളൊന്നുമല്ല. ഞങ്ങൾ വിളിച്ചു നമ്മളങ്ങനെ ഒരു കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ എടുക്കണ്ടെന്നാ പറയുന്നത്. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ തെറ്റ്.
അത്രേ അതെ, ഉള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയാൽ എന്റെ തെറ്റ്, അത്രേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ രണ്ട് മനുഷ്യന്മാരല്ലേ സംസാരിക്കണേ, അക്ഷരത്തെറ്റും ഓക്കെ. വാക്ക് വഴിയൊക്കെ അപ്പൊ വരുമല്ലോ, ഞാൻ സ്വാഭാവികല്ലേ. ഇവർക്കൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. നമ്പർ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, എന്നാ ശരി. ശരി ശരി, ഓക്കെ ഓക്കെ. ഓക്കെ.